ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. സുന്നത്ത് ചെയ്യാൻ കൽപ്പിക്കുന്നതിന് പുറത്ത് വന്ന സുന്നത്തുകൾക്കാണ്, അങ്ങനെയുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരുപക്ഷെ കറാഹത്ത് വരുന്നത്. അഥവാ മുഅക്കദായ സുന്നത്ത് ഉപേക്ഷിക്കുമ്പോഴാണ് കറാഹത്ത് വരുന്നത്. അതല്ലെങ്കിൽ ഇമാമിയങ്ങൾക്കിടയിൽ ഒരു സുന്നത്തിനെ സംബന്ധിച്ച് വുജൂബാണ് എന്ന അഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സുന്നത്തും ഉപേക്ഷിക്കൽ കറാഹത്ത് വരും. അപ്പോ മുഅക്കദായ സുന്നത്തോ വാജിബാണെന്ന് അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കിടയിൽ വന്ന സുന്നത്തോ ഉപേക്ഷിക്കുമ്പോഴാണ് കറാഹത്ത്. അല്ലാത്ത സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നത് ഖിലാഫുൽ ഔലയാണെന്ന്. ഖിലാഫുൽ ഔല ഇപ്പൊ നമ്മൾ ഇവിടെ വിവരിക്കുന്നില്ല, അത് നമ്മൾ മൊത്തം മനസ്സിലാക്കുക. ബാക്കി സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കുന്നത് ഖിലാഫുൽ ഔല വരും എന്ന്. അപ്പോ മക്റൂഹാത്തുൽ ഖിയാമി വൽ ജുലൂസി ഇന്ന് തുടങ്ങാനുള്ളത് അവിടെ നിന്നാണ്. അതായത് നിസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ട ഖിയാം, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്ന് പറഞ്ഞല്ലോ. ആ ഖിയാമിലും അതുപോലെ തന്നെ അത്തഹിയാത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇരുത്തം, ഈ ഇരുത്തങ്ങളിലും വന്നു ചേരുന്ന കറാഹത്തുകളെ പറ്റിയാണ് പറയുന്നത്. നോക്കാം. 1, അൽ ഇസ്തിനാദു ഇലാ ഷൈഇൻ, എന്തെങ്കിലും ഒരു വസ്തു കൊള്ള ചാരി നിൽക്കുക. നിൽക്കുമ്പോഴേ ചുമരുമക്കോ തൂണുമ്മലേക്കോ അതുപോലെ എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് ചാരി നിൽക്കുക, അത് കറാഹത്താണ്. പക്ഷെ എപ്പോഴും ബിലാ ഉസ്രിൻ, ഉസ്റില്ലെങ്കിൽ, കാരണമില്ലെങ്കിൽ. ഉദാഹരണം, ഒരാൾക്ക് നിൽക്കാൻ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട്, അതല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ രോഗം സംബന്ധമായ ക്ഷീണങ്ങൾ, അവശതകളുണ്ട്. ഒരു തൂണിലേക്കോ ചുമരിലേക്കോ മറ്റോ ചാരി നിന്നാൽ നിൽക്കാൻ കഴിയും, ഇല്ലെങ്കിൽ കഴിയില്ല. അവിടെ ഈ കറാഹത്ത് ബാധകല്ല. ഒരു കാര്യമില്ല, വെറുതെ ശരിക്കും നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ വെറുതെ ചുമരിൽ ചാരിയിട്ടോ തൂണിൽ ചാരിയിട്ടോ വടിയിൽ ചാരിയിട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനത്തിന് വേണ്ടി ചാരി നിൽക്കുക, അത് കറാഹത്താണ്. എതിറുണ്ടെങ്കിൽ വിരോധമില്ലതാനും. എതിർ പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു കാര്യം ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ രോഗം കൊണ്ട് ക്ഷീണം അവശത ഉള്ള ആളാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചാരുന്നുണ്ട്, വിരോധമില്ല. അല്ലെങ്കിൽ ഒരു വസ്തു കൊള്ള ചാരി നിൽക്കൽ കറാഹത്താണ്. രണ്ടാമത്തേത് അൽ ഖിയാമു അലാ റിജ്ലിൻ വാഹിദത്തിൻ, ഒറ്റക്കാലിൽ നിൽക്കുക. ഒറ്റക്കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാല് നിലത്ത് തീരെ വെക്കാതെ ഒരു കാല് മാത്രം ചവിട്ടി നിൽക്കുക. അതേസമയത്ത് ഒരു കാലിന്മേൽ ഊന്ന് കൊടുത്ത് മറ്റേ കാലിൽ ഊന്ന് കൊടുക്കാതെ രണ്ടും നിലത്ത് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കറാഹത്ത് വരുന്നില്ല. ഉദാഹരണം, ദീർഘമായി ഓതി നിസ്കരിക്കുകയാണ് ഒരാൾ, സുന്നത്ത് നിസ്കാരമോ മറ്റോ ആണ്, ദീർഘനേരം ഓതി നിസ്കരിക്കുക. അപ്പൊ ഒരു കാലിന്മേൽ തന്നെ രണ്ട് കാലുകൂടി ഇങ്ങനെ നിന്ന് ഒരേ നിലക്ക് നിന്നപ്പോ ഒരു കാലിന് ഒരു ആശ്വാസം വരട്ടെ എന്നുള്ള ആൾക്ക് ഒരു കാലിന് ഊന്ന് കൊടുത്ത് മറ്റേ കാല് അല്പം ഊന്ന് കുറച്ച് നിന്ന്, എന്നാ കറാഹത്തില്ല. അതേസമയത്ത് ഒരു കാല് മാത്രം നിലത്ത് വെച്ച് മറ്റേ കാല് നിലത്ത് വെക്കാതെ നിൽക്കുകയാണ്, അത് കറാഹത്താണ്. എപ്പോഴും അവിടെയും തന്നെ ബിലാദിരിൻ, കാരണമില്ലാതെ. ഒരു കാലിന് നിലത്ത് വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ട്, സുഖമില്ല, അല്ലെങ്കിൽ അതിന് പ്രത്യേക രോഗമുള്ള ആളാണ്, എങ്കിൽ വിരോധമില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല, രണ്ട് കാലും ഒരുപോലെ നിലത്ത് വെക്കാവുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് അയാൾ ഒരു കാല് മാത്രം നിലത്ത് വെച്ച് ഒരു കാല് വെക്കാതെ നിൽക്കുന്നത് കോഴി നൃത്തം എന്നാണ് അതിന് പറയാ. കോഴികൾക്കും കണ്ട് കുറെ സമയം കഴിയുമ്പോൾ അങ്ങനെ ഒരു കാലിങ്ങനെ ചിറകിന്റെ ഉള്ളിലേക്ക് പൊക്കി പിടിച്ചിട്ട് ഒറ്റക്കാലോട് ഇങ്ങനെ നിൽക്കുക, ആ നൃത്താണ് കറാഹത്ത്. അതല്ല അതേ സമയത്ത് ഒരു കാല് നല്ലോണം ചവിട്ടി ഒരു കാല് പതുക്കെ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് കറാഹത്തില്ല. മൂന്നാമത്തേത് തഖ്ദീമു റിജ്ലിൻ അലൽ ഉഖറ, ഒരു പാദം മറ്റേ പാദത്തെക്കാൾ മുന്തിക്കുക. ഓടാൻ നിൽക്കും പോലെ ഒരു കാല് മുന്നിലും ഒരു കാല് ബേക്കിലും ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ഓടും തോന്നും കണ്ടാൽ ആ കോലത്തിൽ നിൽക്കുക, അത് ഫിൽ ഖിയാമി, നൃത്തത്തിൽ അങ്ങനെ ഒരു കാല് മറ്റേ കാലിനേക്കാൾ മുന്തിച്ചു നിൽക്കുക. എപ്പോ, എങ്ങനെ? ബിലാദിരിൻ. അവിടെയും തന്നെ ഇയാൾ കാലിന് എന്തോ വൈകല്യമുള്ള വികലാംഗനാണ്, ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. രണ്ട് കാലും സമായിട്ട് നിൽക്കാൻ കഴിയില്ല, ഒന്ന് മുന്നിലും ഒന്നൊരു ബാക്കിലും ആയിട്ട് നിർത്താൻ കഴിയുള്ളൂ. എന്നാ തരക്കിടില്ല. അങ്ങനെയുള്ള വല്ല എഴുതറുണ്ടെങ്കിൽ തരക്കിടില്ല. എഴുതറില്ലാതെ ഒരു കാല് മുന്തിച്ചും മറ്റേ കാല് പിന്തിച്ചും നടക്കാനോ ഓടാനോ ഒക്കെ ഒരുങ്ങിക്കുമ്പോൾ നിൽക്കുക, അതും കറാഹത്താണ്.
4 ഇൽസാഖുൽ ഖദമൈൻ ഫീഹി നിൽക്കുന്ന അവസരത്തിൽ നൃത്തത്തിൽ 2 പാദങ്ങൾ പരസ്പരം ചേർത്തി വെക്കുക. നമ്മൾ പറഞ്ഞല്ലോ സുന്നത്തിന്റെ കൂട്ടത്തിൽ 2 കാലുകൾ ഒരു ചാൺ അകറ്റി വെക്കണം എന്ന് സുന്നത്ത്. അത് 4 വിരൽ വരെ അടുപ്പിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നും പറഞ്ഞു. അതിനേക്കാൾ അടുത്ത് ഒരു കാലിനോട് മുട്ടിച്ചു വെക്കുന്നതാണെങ്കിൽ അത് കറാത്താണ്. എപ്പോഴും അവിടെയും തന്നെ ബിലാലുദ്ദീൻ ഭയങ്കര തിക്കും തിരക്കുക. ആളുകൾ കണ്ട് വന്നിട്ട് തിരക്കായിട്ട് അപ്പൊ കാലിനോട് ചേർത്തി നിൽക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ. എന്നാ വിരോധമില്ല, എഴുതറാണ്. ഇങ്ങനെ എഴുതറൊന്നും ഇല്ലാതെ ഒരു പാദം മറ്റേ പാദത്തോട് ചേർത്ത് അടുപ്പിച്ചു വെക്കലും കറാത്താണ്. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നൃത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന കറാത്താണ്. കാരണം കൂടാതെ ഒരു വസ്തുവിലേക്ക് ചാരി നിൽക്കുക, കാരണം കൂടാതെ ഒരു കാലിന്മേൽ നിൽക്കുക, കാരണം കൂടാതെ ഒരു കാല് മുന്തിച്ചും ഒരു കാല് പിന്തിച്ചും നിൽക്കുക, പ്രത്യേക കാരണമില്ലാത്ത സാഹചര്യത്തിൽ പാദത്തോട് മുട്ടിച്ചടുപ്പിച്ച് വെക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് കറാത്ത്. ഇത് 4 മെതിറില്ലാത്തപ്പോഴേ കറാത്താവൂ. പ്രത്യേകം മെതിറുണ്ടെങ്കിൽ ഇത് 4 കറാത്തല്ല. ഇനി പറയുന്നത് ഇരുത്തത്തിൽ വരുന്ന കറാത്തുകളാണ്. 5 അൽ ഇഖ്ആഉ. ഇഖ്ആ എന്ന് പറഞ്ഞാൽ ഇഖ്ആ എന്നാൽ അൻ യജ്ലിസ, ഒരാൾ ഇരിക്കലാണ്. തയ്യാത്തിന്റെ ഇരുത്തത്തിനാണല്ലത്. ജൽസത്തൽ കിലാബി, കൽബ് എന്ന നായ, അതിന്റെ ജമ്മാ കിലാബ്. നായകൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. നായകൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? ചന്തി നിലത്ത് കുത്തി, കാൽമുട്ടുകൾ ഉയർത്തി, കൈ 2 നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം. അതാണ് കറാഹത്തായ നായ ഇരുത്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഖ്ആ 2 തരത്തിലുണ്ട്. സുന്നത്തായ ഇഖ്ആ ഉണ്ട്, കറാഹത്തായ ഇഖ്ആ ഉണ്ട്. ഇഖ്ആ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നായ ഇരിക്കുന്നത് പോലുള്ള ഇരുത്തം. നായ ഇരുത്തം എന്ന് പറയുന്നതാണ്. അത് കറാഹത്തായ ഒരു കോലും ഉണ്ട്, എന്നാൽ സുന്നത്തുള്ളൊരു കോലും ഉണ്ട്. സുന്നത്തുള്ള കോലം എന്ന് പറഞ്ഞാൽ പാദങ്ങൾ 2 വിരലുകൾ നിലത്ത് നാട്ടി, കാല് നാട്ടി നിർത്തി, കാലിൻ മടമ്പിന്റെ മേലെ ഇരിക്കുക, കൈ 2 കാലിന്റെ തൊടയുടെ മേൽ വെക്കുക. ഇത് ഇഖ്ആ തന്നെയാണ്. പക്ഷെ ഈ ഇഖ്ആ സുന്നത്തായ ഇഖ്ആ, അതായത് 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നീ 2 ഇരുത്തങ്ങളിൽ ഇങ്ങനെ ഇരിക്കലും അനുവദനീയമാണ്. ഏത്? രണ്ടാമത്തെ ഇഖ്ആ. അത് ആ കാലിങ്ങനെ നാട്ടി വെച്ചിട്ട് 2 കാലുകൂടി നാട്ടിയേക്കുക. മറ്റൊക്കെ നമ്മൾ പറഞ്ഞു വലത്തെ കാല് മാത്രം നാട്ടി വെച്ച് ഇടത്തെ കാല് പരത്തി വെച്ച് അതിന്റെ മടമ്പിനോടടുത്ത് ഇരിക്കുക എന്നാണല്ലോ. അത് മാറ്റിയിട്ട് 2 കാലും ഇങ്ങനെ നാട്ടി നിർത്തുക. 2 കാലുകൂടി ഒപ്പം നാട്ടി നിർത്തിയിട്ട് അതിന്റെ മടമ്പിന്റെ മേലിൽ ഇരുന്നിട്ട് കൈ 2 കാലിന്റെ തൊടയുടെ മേൽ വെക്കുക. ഇത് സുന്നത്തിൽപ്പെട്ട ഇരുത്തം തന്നെയാണ്. പക്ഷേ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ല. ഇപ്പം പറഞ്ഞ നായയിരുത്തം എന്ന് പറഞ്ഞാൽ ചന്തി നിലത്തേക്കുക, ഇരിക്കുക, എന്നിട്ട് കാൽമുട്ടുകൾ 2 ഉയർത്തി വെക്കുക, എന്നിട്ട് ഈ കാൽമുട്ടിന്റെ ഇടയിലൂടെ കൈ 2 നിലത്ത് വെക്കുക. അതാണ് ശരിക്കുള്ള നായയിരുത്തം. നായ എങ്ങനെയാണല്ലോ ഇരിക്കുക? കാലിങ്ങനെ പൊക്കിയിട്ട് കാൽ മടക്കിയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും, എന്നിട്ട് കൈ നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ ഇരുത്തം കറാഹത്താണ്. അപ്പൊ 2 തരം ഉണ്ട്. അത് ഒന്ന് സുന്നത്തുള്ളതുണ്ട്, മറ്റൊന്ന് കറാഹത്തുള്ളതുണ്ട്. സുന്നത്തുള്ളത് കാലിന്റെ മടമ്പിലിരുന്ന് കാലിന്റെ തൊടയിൽ കൈവച്ചുകൊണ്ടുള്ള ഇരുത്തമാണ്. അത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഉത്തമമെങ്കിലും ഇങ്ങനെയും ഇരിക്കാവുന്നതാണ്. കറാഹത്തായത് നിലത്ത് ചന്തി വെച്ച് കാൽമുട്ടുകൾ ഉയർത്തി വെച്ച് കൈ 2 നിലത്ത് കുത്തിക്കൊണ്ടുള്ള ഇരുത്തമാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. 6 അസിയാദത്തു ഫീ ജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ വർദ്ധിപ്പിക്കുക, അധികരിപ്പിക്കുക. എന്തിനേക്കാൾ? അല അഖല്ലിൽ ജുലൂസി ബൈന സജദത്തൈനി, 2 സുജൂദിന്റെ ഇടയിലെ ചുരുങ്ങിയ ഇരുത്തം. റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി,
ഈ റബ്ബിഗ്ഫിർലി എന്ന് പറയാൻ ആവശ്യമായ സമയം ആണ് ചുരുങ്ങിയ ഇരുത്തം. ആ ഇരുത്തത്തിനേക്കാൾ കൂടുതൽ സമയം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അതായത് ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിനിടയിൽ ചെറിയൊരു ഇരുത്തം ഇരിക്കുന്ന ഇരുത്തം. അതുപോലെ തന്നെ മൂന്നാം റക്അത്തിലെ രണ്ടാം സുജൂദ് കഴിഞ്ഞിട്ട് നാലാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഇരുത്തം. ഇത് രണ്ടുമാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഈ ഇരുത്തം ലഘുവായ ഇരുത്തമാണ് എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് എത്ര സമയമാണ്? ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയമാണ് സുന്നത്തായ രീതി. അതിൽ കൂടുതൽ ചുരുങ്ങിയ തോതിൽ റബ്ബിഗ്ഫിർലി എന്ന് പറയുന്ന ഖദർ, ആ ഖദറിനേക്കാൾ ദീർഘിപ്പിക്കുന്നു, അത് കറാഹത്താണ്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചുരുങ്ങിയ രൂപം, ആ ചുരുങ്ങിയ രൂപം രണ്ട് സുജൂദിന്റെ ഇടയിലെ ചുരുങ്ങിയ രൂപത്തിനേക്കാൾ കൂട്ടുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കറാഹത്തായി വരും. എന്നാൽ പൂർണ്ണമായതിനെക്കാട്ടിലാണെങ്കിലോ, പൂർണ്ണമായത് പറഞ്ഞാൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നതാണ് പൂർണ്ണമായ രൂപം. അതിനേക്കാൾ കൂട്ടിയാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം നിലവാത്തിലാവും. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം റബ്ബിഗ്ഫിർലി എന്ന് പറയുന്ന പരിധിയിൽ നിർത്തലാണ് സുന്നത്ത്. അതിനേക്കാൾ ദീർഘിപ്പിച്ചാൽ കറാഹത്താകും. എന്നാൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ഇടയിലെ ഇരുത്തത്തിലെ പരിപൂർണമായ ദിക്ർ ചെല്ലാൻ ആവശ്യമായ സമയം, ആ സമയത്തെക്കാൾ കൂട്ടൽ നിസ്കാരം തന്നെ ബാത്തിലാക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദീർഘിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ ഇടയിലിരുത്തത്തിന്റെ പരിപൂർണമായ സമയത്തെക്കാൾ കൂടുതൽ വന്നാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നീട്ടിയാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. ചുരുങ്ങിയ ഇടയിലിരുത്തത്തിന്റെ ചുരുങ്ങിയ സമയത്തെക്കാൾ കൂട്ടിയാൽ കറാഹത്തുണ്ടാവും. ആട്ടെ. 7 സ്വലാത്തുൽ മുൽത്തജഇ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ. അയാൾക്ക് നിന്ന് നിസ്കരിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ചെരിഞ്ഞിടന്ന് നിസ്കരിക്കുക. എന്നാൽ ഇടതുവശം ചെരിഞ്ഞടക്കാനും ആവും, വലതുവശം ചെരിഞ്ഞടക്കാനും ആവും. രണ്ടിനും പ്രയാസമില്ലാത്ത ഒരാള് അനൽ ഐസരി ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. ബിലാവുദ്ദീൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരു മാർഗമില്ല. തന്നെ അവിടെ വലതു ഭാഗം ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ വലതുവശം ചെരിഞ്ഞു കിടക്കാൻ സാധിക്കുമെങ്കിൽ അതുപേക്ഷിച്ച് ഇടതുവശം ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ്. അതായത് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ലെങ്കിലോ അപ്പൊ പിന്നെ പിന്നെ ഇടതുവശം തന്നെയാ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. 8 വദഉ യദിഹി, കൈവക്കൽ. അത് നൃത്തത്തിലായാലും അല്ലാത്ത സമയത്തായാലും. അലാ ഖാസിറതിഹി, എളിയിൽ അഥവാ ഊരക്ക്. ഇപ്പൊ വേഗം തിരിയല്ലോ, അള്ളാഹ്ക്ക് ഊരുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യണ കാലാണ് വഹാബികൾ. അപ്പോ ഊരെന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും തിരിയും. കുട്ടികളെ ഉമ്മമാര് ഒക്കിലെടുക്കുന്നുണ്ടല്ലോ, ഒക്കത്തിരുത്തുക എന്നാ പറയാ. ഈ ഇരുത്തുന്ന സ്ഥലത്തിനാണ്, ഈ ഒക്കിനാണ് എന്ത് പറയുന്നത്? ഖാസിറത്ത്. അതിന് ഓരോ സ്ഥലത്തും അവരവരുടെ പ്രത്യേക പ്രാദേശിക പ്രയോഗം ഉണ്ടാവും. അതെന്താണ് സംഗതി മനസ്സിലായാൽ മതി. നമ്മളവിടെയൊക്കെ ഊരാന്ന് പറയും, മറ്റൊരിടത്ത് ചിലയിടത്ത് എളിയിൽ എന്ന് പറയും, എളി. അതേ സമയത്ത് പേരെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, ഈ രണ്ട് സൈഡ് അരക്കെട്ടിനോട് ബന്ധപ്പെട്ട ഇടതുവശവും വലതുവശവും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ ഊരക്ക് കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹദീസിൽ തന്നെ വിരോധിക്കപ്പെട്ടതും അത് നരകക്കാരുടെ ഇസ്തിറാഹത്താണ് എന്ന്. നരകത്തിലെ കടന്ന് എരിപൊരി കൊണ്ട് പൊളയുന്ന സമയത്ത് ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഊരക്ക് കൈവെക്കുന്നത്, അത് നിസ്കാരത്തിൽ ആ രൂപം പാടില്ല. അതുകൊണ്ട് നിസ്കാരത്തിനിടയിൽ എളിയിൽ അഥവാ ഊരയിൽ അല്ലെങ്കിൽ ഒക്കിൽ കൈവക്കൽ കറാഹത്താണ്. നൃത്തത്തിനും അതെ, അല്ലാത്ത സമയത്ത് നൃത്തത്തിലാണ് സാധാരണ എത്തിയതല്ലോ. അതുപോലെ തന്നെ ഖിയാമിലൊക്കെ ആണല്ലോ ഈ രൂപം വരേണ്ടത്, ആ വരുന്നത് കറാഹത്താവും. ഇനി നൃത്തത്തിലെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ചില ഖിറാഅത്തുകളാണ് പറയുന്നത്. മക്റുഹാത്തുൽ ഖിറാഅത്തി, ഖുർആനോത്തുമായി ബന്ധപ്പെട്ട ഖിറാഅത്തുകൾ. ഒന്ന് തർക്കു തഅവ്വുദി, അഊദു ഓതലിനെ ഉപേക്ഷിക്കുക. ഫാത്തിഹ ഓതുന്നതിന് മുമ്പ്
അഊദു ഓതൽ മുഅക്കദായ സുന്നത്താണ്. വുജൂബാണെന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ട്. കാരണം ഖുർആൻ തന്നെ നസ്സ് പറഞ്ഞതാണ് ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന്. അപ്പൊ അത് വുജൂബാണ് എന്ന അഭിപ്രായമുള്ള ഇമാമികൾ വരെയുണ്ട്. അതുകൊണ്ട് അഊദു ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ അഊദു ഉപേക്ഷിക്കൽ കടുത്ത കറാഹത്താണ്. മറ്റുള്ള റക്അത്തുകളിലും തന്നെ അഊദു ഉപേക്ഷിക്കൽ കറാഹത്ത് വരും. പക്ഷേ ഒന്നാം റക്അത്തിൽ ഉപേക്ഷിക്കുന്നതിന്റെ അത്ര കടുത്ത കറാഹത്തില്ല. അതുപോലെ തന്നെ സൂറത്തിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സൂറത്ത് എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ആയത്തെങ്കിലും ഓതണം. തീരെ ഓതാതെ പ്രത്യേകം ഉദുറുള്ള സമയത്താണെങ്കിൽ തരക്കിടില്ല. പ്രത്യേകം ഉദുറില്ലാത്ത സാഹചര്യത്തിൽ പാടെ സൂറത്തിന് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ആ കറാഹത്ത് തീരാൻ ഒരു ആയത്തെങ്കിലും ഓതിയാലും മതി, വേറൊന്നും കിട്ടൂല. അല്ലെങ്കിൽ അത്യാവശ്യം ഫാത്തിഹയിലെ അല്ലാത്തത് ഒരു ആയത്തിലെ സൂറത്തിലെ ആയത്ത് എന്ന നിനക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാലും ഈ കറാഹത്ത് ഒഴിവാവും. ഒരായത്തെങ്കിലും ഓതിയാലും കറാഹത്ത് ഒഴിവാവും. ചുരുങ്ങിയ 3 ആയത്തെങ്കിലും ഉണ്ടാവലാണ് ഉത്തമം. അപ്പൊ അഊദു ഓതലിനെ ഉപേക്ഷിക്കുക. അത് ഒന്നാം റക്അത്തിലാവുമ്പോൾ കടുത്ത കറാഹത്താണ്. മറ്റു റക്അത്തുകളിലും തന്നെ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. സൂറത്തും ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിൽ സൂറത്ത് 2 തഖ്ദീമു സൂറത്തിനെ മുന്തിക്കുക ഫാത്തിഹയേക്കാൾ എന്ന് പറഞ്ഞാൽ ആദ്യം സൂറത്ത് ഓതുക എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതുക. അത് തല തിരിച്ച ഏർപ്പാടാണ്. അതുകൊണ്ട് അത് കറാഹത്ത്. ആദ്യം ഫാത്തിഹ ഓതണം, പിന്നെ ആണ് സൂറത്ത് ഓതേണ്ടത്. കാരണം ഫാത്തിഹ ഓതൽ ഫർളാണല്ലോ, സൂറത്ത് ഓതൽ സുന്നത്തുള്ളൂ. അപ്പൊ സുന്നത്തിനേക്കാള് ഫാത്തിഹ എന്ന ഫർളിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. മറിച്ച് ഒരാള് സുന്നത്തായ സൂറത്തിനെ മുന്തിച്ച് ഫർളായ ഫാത്തിഹ പിന്തിച്ചാൽ അത് ക്രമം തെറ്റിക്കലാണ്, അത് കറാഹത്താണ്. ഖിറാഅത്തു മൗമൂമിൻ, മൗമൂമ് ഓതുക. എങ്ങനെയുള്ള മൗമൂമ്? സമിഅ, അവൻ കേൾക്കുന്നു, ഖിറാഅത്ത ഇമാമിഹി, തന്റെ ഇമാമിന്റെ ഓത്ത്. ഇമാമ് ഖുർആൻ ഓതുന്നത് കേൾക്കുന്ന ഒരു മൗമൂമ് ഓതുക സൂറത്തിനെ ഓതുക. അപ്പൊ ഉറക്കോത് നിസ്കാരങ്ങളാണ്. അതിലല്ലേ ഇപ്പൊ ഇമാം ഓതുന്ന മൗമൂമിന് കേൾക്കുള്ളൂ. ജുമുഅ, സുബ്ഹിസ്കാരം, മഗ്രിബ്, ഇശാ എന്നിങ്ങനെയുള്ള, അതുപോലെ പെരുന്നാൾ നിസ്കാരം, തറാവീഹ് നിസ്കാരം പോലെയുള്ള ഫർദോ സുന്നത്തുമായ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇമാമ് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മൗമൂമ് പിന്നിൽ നിന്ന് സൂറത്തോതൽ കറാഹത്താണ്. അതേസമയത്ത് ഫാത്തിഹ ഓതൽ വുജൂബാണ്. ഫാത്തിഹ അല്ലാത്ത സൂറത്ത്, സുന്നത്തായ സൂറത്ത് ഇമാം ഓതുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മൗമൂമ് ഓതാൻ പാടില്ല, കേൾക്കുകയാണ് വേണ്ടത്. അഥവാ ഇമാമിന്റെ കൂടെ സൂറത്ത് ഇവനും ഓതിയാൽ അത് കറാഹത്താണ്. അതേസമയത്ത് മനസ്സിൽ നടത്തുന്നതുകൊണ്ട് കേടില്ല. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നു, ഈ കേൾക്കുന്ന സമയത്ത് മനസ്സിൽ ഹഫ്ദിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇയാളുടെ ഖിറാഅത്തിനെ തുടർന്നുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ നടത്തുന്നതിന് കേടില്ല. ഓതൽ കറാഹത്താണ്. കാരണം അത് ഇമാമിന്റെ ഖിറാഅത്തിനെ ശ്രദ്ധിച്ചു കേൾക്കുക എന്ന സുന്നത്ത് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് 4 അശ്റൂഉ ഫിൽ ഫാത്തിഹത്തി, മൗമൂമ് ഫാത്തിഹ ഓതാൻ ആരംഭിക്കുക, തുടങ്ങുക. ഖബ്ലൽ ഇമാമി, ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ്. ഇമാമിന്റെ കഴിയുന്നതിന്റെ മുമ്പ് അല്ല അറിയുന്നത്. ഇമാമ് ഫാത്തിഹ തുടങ്ങുന്നതിന്റെ മുമ്പ് മൗമൂമ് ഫാത്തിഹ തുടങ്ങുക, അത് കറാഹത്താണ്. എപ്പോഴ്? ഫിൽ ഊലയൈനി, ആദ്യത്തെ 2 റക്അത്തുകളിൽ. കാരണം ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാമ് സൂറത്ത് ഓതുമല്ലോ. അപ്പൊ അല്പം പിന്നിൽ വന്നാൽ 2 കാര്യ. ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കാൻ എന്ന ഇതിലാണെങ്കിൽ കേൾക്കാൻ സാധിക്കും, കേൾക്കാത്തതിലാണെങ്കിലും ഇമാമിനെ പിന്തുടരുക എന്ന് പറയുന്ന ആശയം വ്യക്തമായി കിട്ടും. അപ്പൊ ഇമാമിന് ഫാത്തിഹ കയ്യോളം ബന്ധിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്, സമയം കിട്ടുമെങ്കിൽ. ഇല്ലെങ്കിൽ ഇമാമിന്റെ അല്പം പിന്നിലായിട്ടെങ്കിലും വരിക. ഇമാമിന്റെ ഒപ്പം വരുന്നതും നല്ലതല്ല, എന്നാൽ ഇമാമിനേക്കാൾ മുന്തുന്നത് കറാഹത്ത് തന്നെയാണ്. ഫുള്ളായിട്ട് മുന്തുക ഏതായാലും കറാഹത്താണ്. തുടക്കം മുതൽ തന്നെ കറാഹത്താണെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞത്. ശുറൂഉ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, തുടങ്ങാണ്. ഫാത്തിഹ ഓതാൻ തുടങ്ങുക ഇമാമ് തുടങ്ങുന്നതിന് മുമ്പ്. ഫില്ലൂലൈനി, ആദ്യത്തെ 2 റക്അത്തുകളിൽ. വലൂ ഫി സിരിയത്തി, ഉറക്കോതുന്നതിൽ ഏതായാലും അങ്ങനെ ഇമാമുന്നെ കേൾക്കുമല്ലോ.
ഇനി ഉറക്കല്ല, പതുക്കെ ഓതുന്ന നിസ്കാരം സിരിയാറ്. പതുക്കെ ഓതുന്ന ദുഹർ അസർ പോലെയുള്ള നിസ്കാരങ്ങളിലാണ്. എന്നാലും ഇമാമ് തുടങ്ങി എന്ന ബോധ്യം വന്നതിന് ശേഷം തുടങ്ങലാണ് മൗമൂമിന് നല്ലത്. ഇമാമിന്റെ മുമ്പ് തുടങ്ങുന്നത് കറാഹത്ത് തന്നെ. ഇമാമിനോടൊപ്പം മനഃപൂർവ്വമാവുന്നതും നല്ലതല്ല. വലൂഫി സിരിയത്തി എന്ന് പ്രത്യേകം പറയാൻ കാരണം, ജഹിരിയാണെങ്കിൽ പിന്നെ കേൾക്കുമല്ലോ ഇമാമിന്റെ ഒത്ത്. സിരിയായതിലും കേൾക്കുന്നില്ല. എന്നാലും ശ്രദ്ധിക്കണം, ഇമാമ് തുടങ്ങിയിരിക്കും എന്ന ധാരണ വന്നതിന് ശേഷം അതിന്റെ പിന്നിലായിട്ടാണ് മൗമൂമ് തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ കഴിയുന്നത് വരെ കാത്തു നിൽക്കണം എന്നില്ല. ഇമാമ് ചിലപ്പോൾ സൂറത്ത് ഓതാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ സൂറത്ത് ഓതുകയോ ചെയ്ത് റുക്കുവിലേക്ക് പോകാനൊക്കെ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇമാമിന്റെ തൊട്ടു പിറകിലായി തന്നെ വരുന്നതാണ് നല്ലത്. അതേസമയത്ത് വിശാലമായ സമയം കിട്ടുമെന്ന് കണ്ടാൽ ഇമാമിന്റെ ഫാത്തിഹയുടെ സമയം കഴിയുന്നത് വരെ പിന്തിക്കുകയും ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം തുടങ്ങുകയും ചെയ്യലാണ് ഉത്തമം. അതിന് സാധിക്കോ എന്ന് സംശയം വരികയോ സാധിക്കില്ല എന്ന് ബോധ്യമുണ്ടാവുകയോ ചെയ്യുമ്പോൾ അവിടെ പിന്നെ ഇമാമിന്റെ കൂടെയോ അല്ലെങ്കിൽ തൊട്ടു പിന്നിലോ പോകാവുന്നതാണ്. എന്നാലും ഇമാമിനേക്കാൾ മുമ്പ് തുടങ്ങുന്നത് നല്ലതല്ല. 5 അൽ ജഹ്റു ഫീ മൗദിൽ ഇസ്റാർ. പതുക്കെ ഓതൽ സുന്നത്താക്കപ്പെട്ട സ്ഥലങ്ങളിൽ പതുക്കെ തന്നെ ഓതുക. ഉദാഹരണം, ളുഹർ നിസ്കാരത്തില്, അസ്ർ നിസ്കാരത്തില്, ഉറക്കെ ഓതുന്ന മഗ്രിബ്, ഇശാ, സുബ്ഹി എന്നിവയിൽ മഗ്രിബിന്റെയും ഇശാന്റെയും 3-ാമത്തെയും 4-ാമത്തെയും റക്അത്തിൽ ഇതൊക്കെ സിറാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ജമാഅത്തായി സുന്നത്താക്കപ്പെടുന്നത് അല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇതൊക്കെ സിറാക്കി ഓതേണ്ട സ്ഥലങ്ങളാണ്. ഇങ്ങനെ സിറാക്കി ഓതേണ്ട സ്ഥലത്ത് ജഹ്റാക്കി ഓതുക എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതേണ്ട സ്ഥലത്ത് ഉറക്കെ ഓതുക എന്നർത്ഥം. നേരെ മറിച്ചു, വൽ ഇസ്റാറു ഫീ മൗദിൽ ജഹ്രി, ഉറക്കെ ഓതൽ സുന്നത്തുള്ള സ്ഥലത്ത് പതുക്കെ ഓതുക. ഉദാഹരണം, ഒരാൾ സുബഹി നിസ്കരിക്കുകയാണ്, വഖത്തിൽ തന്നെ നിസ്കരിക്കുന്നത്, എന്നിട്ട് അയാള് ളുഹർ നിസ്കരിക്കും പോലെ മെല്ലെ ശബ്ദമില്ലാതെ ഓതി, അത് കറാഹത്താണ്. ഒരാൾ ളുഹർ നിസ്കരിക്കുകയാണ്, ളുഹർ നിസ്കരിക്കുമ്പോൾ ഒച്ചത്തിൽ ഓതി, അത് കറാഹത്താണ്. ഇനി മഗ്രിബിന്റെ 1-ാമത്തെ റക്അത്തിലോ 2-ാമത്തെ റക്അത്തിലോ പതുക്കെ ഓതി, അത് കറാഹത്താണ്. മഗ്രിബിന്റെ 3-ാം റക്അത്തിൽ ഉറക്കെ ഓതി, അത് കറാഹത്താണ്. ഇങ്ങനെ അപ്പൊ ഉറക്കെ ഓതൽ സുന്നത്തുള്ളവർക്ക് പതുക്കെ ഓതൽ കറാഹത്ത്, പതുക്കെ ഓതൽ സുന്നത്തുള്ളവർക്ക് ഉറക്കെ ഓതൽ കറാഹത്ത്. 6 അൽ മുബാലഗത്തു ഫിൽ ജഹ്രി, ഉച്ചത്തിൽ അമിതമാക്കൽ. ഉച്ചത്തിൽ ഓതുന്നത് അമിതമായി ഉച്ചയാക്കുക, മുബാലഗത്ത് ചെയ്യുക. അൽ മത്ലൂബ്, കൽപ്പിക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട ജഹർ എന്ന് പറഞ്ഞാൽ മൗമൂമിങ്ങൾക്ക് കേൾക്കാൻ ആവശ്യമായ ഖദർ ഓതിയാൽ മതിയല്ലോ. ഇതിനേക്കാൾ കൂടുതൽ അമിതമായ ശബ്ദത്തിൽ ഓതുക, അത് മറ്റുള്ളവർക്ക് തശ്വീഷ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് കറാത്ത. ബിഹൈസു യുശവ്വിസു അലാ നായിമിൻ, ഉറങ്ങിക്കിടക്കുന്നവന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലക്ക്, തശ്വീഷ് എന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലക്ക് ശബ്ദം ഉയർത്തുക. ഔ മുസല്ലിൻ, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അപ്പുറത്ത്, അയാൾക്ക് വിഷമം വരുന്ന നിലക്ക് ഇയാൾ ഉറക്കോതുക. അദ്ദേഹം നിസ്കരിക്കുകയാണ്, ഇവിടെ ഇയാൾ നിസ്കരിക്കുകയാണ്, ഇയാളിങ്ങോട്ട് ഒച്ചട്ടിട്ട് ബാക്കിയുള്ളവർക്ക് സ്വസ്ഥായിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഓതൽ കറാത്താണ്. എന്നാൽ കറാഹത്ത് എന്ന് പറഞ്ഞപ്പോഴാ മാലം തശ്വീഷ്, ഈ അസ്വസ്ഥത കഠിനമാകാത്തോടൊപ്പം. കുറഞ്ഞ അസ്വസ്ഥത ഉണ്ട് മറ്റൊരു നിസ്കാരക്കാരന് അല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾക്ക്, എന്നാ കറാഹത്ത്. കഠിനമായ വിഷമം ഉണ്ടാക്കുന്ന ആജാതി ഇപ്പൊക്കെ അങ്ങനെയാണല്ലോ, സ്പീക്കറോട് വെച്ചിട്ട് ഇവിടേക്കുള്ള ചില ഇമാമികളെ നിസ്കാരം തന്നെ വേജാറാ. എന്നാ സ്പീക്കറിന്റെ ഉള്ളിക്ക് ഇയാള് അവിടെ കയറി നിൽക്കല, അല്ലെങ്കിൽ ഇയാളെ വായിലേക്ക് അത് എടുത്തു വെക്കല, എന്നിട്ടങ്ങോട്ട് ഓതും, നാടിങ്ങോട്ട് കുലിക്കുക. അത് ഹറാമ് തന്നെ ആവുന്ന പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാ? ഇപ്പഴതിന്റെ ഇടക്ക് യഥാർത്ഥത്തിൽ ഔക്കാഫ് വകുപ്പ് മന്ത്രി ഒരു ഓർഡർ കിട്ടിയിരുന്നു. റമദാനിൽ അതൊരു അത്യാവശ്യമാണ്. തറാവീഹുകള് ഒരു മത്സരാണ്. സ്പീക്കർ ഉള്ളിടത്തോളം ഫുള്ള് സൗണ്ടിലും ഇങ്ങോട്ട് പുറത്തെ
കാളത്തിൽ ഇങ്ങോട്ട് വിട്ടിട്ട് ഇതിന്റെ ഉള്ളിക്കാണ്ട് കയറി നിന്നിട്ടാണ്ട് തുടങ്ങും വരും. അപ്പൊ അടുത്തടുത്ത് പള്ളികളും, ഒരു പള്ളിയിലും മറ്റേ പള്ളി എന്താ ഇവിടെ ഒരു കച്ചറ നടക്കുകയാണോ തോന്നും പുറമെന്ന് ഒരാൾ വീക്ഷിക്കുമ്പോൾ. അത് മന്ത്രി ഇടപെട്ടുകാണ്ട് അങ്ങനെ പാടില്ല. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിന്റെ ഉള്ളിൽ കേൾക്കുന്ന ബോക്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പുറത്തേക്ക് ശബ്ദം വിടാൻ പാടില്ല എന്നൊരു ഓർഡർ. സ്പീക്കറൊക്കെ എടുത്തുകൊണ്ടുപോകാൻ അത് ഓർഡർ കൊടുത്തിട്ട് ഇനിയും പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന നിലക്ക് ഉച്ചത്തിൽ ഓതുന്ന സ്പീക്കർ അത് എടുത്തു കൊണ്ടുപോകാനൊക്കെ ഓർഡറൊക്കെ ആക്കിനി. കുറച്ചു ദിവസമൊക്കെ നല്ല സുഖം ഉണ്ടായിനി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ചേലായതല്ലേ, ഇപ്പൊ പഴയതുപോലെ തന്നെ. ഇത് മറ്റുള്ളവർക്ക് തശ്വീഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കറാഹത്തും കഠിനമായ തശ്വീഷ് വരുന്നുണ്ടെങ്കിൽ ഹറാമുമാണ്. ആ ഖുർആനോദല്ലേ നിക്കാരത്തിലല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യുന്നത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ ഈ ലോകം ഒന്നായിട്ട് കുലുക്കേണ്ട ആവശ്യമൊന്നും അള്ളാഹ്ക്കില്ല. അള്ളാഹിനോട് അവനായത്. എന്നാൽ മൗമൂമിങ്ങൾക്ക് കേൾക്കണം, അതൊരു സുന്നത്താണ്. അതിനാവശ്യമായ ശബ്ദം, അതാ മത്ലൂബായ ആവശ്യം എന്ന് പറഞ്ഞ്. മത്ലൂബായ ശബ്ദത്തെക്കാൾ കൂട്ടൽ ഈ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പുറത്തേക്ക് ബോക്സ് അല്ലാതെ പുറത്തേക്കുള്ള ഈ മറ്റേ അതുണ്ടല്ലോ വലിയ കാളം എന്നറിയണേ, നമ്മുടെ നാട്ടിലെ നാടൻ പേരുണ്ട് രണ്ടിനത്ത്. ഈ നീണ്ടൊരു കാളുണ്ട്, അതിന് ചക്രയും പൂവ് എന്നാ പറയാ. അത് നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങളെ ചിരിക്കാർക്കേ അറിയുള്ളൂ. മറ്റേന് കോളാമ്പി എന്നും പറയും. ഈ കോളാമ്പി എന്ന് പറയുന്ന കാളത്ത് കൂടെ പുറത്തു വിടേണ്ട ആവശ്യം നിസ്കരിക്കണവൻ എന്താ? ബാങ്ക് കൊടുത്തോട്ടെ, കാമത്തും കൊടുത്തോട്ടെ, കാരണം പുറമെന്ന് ആളുകൾ അറിയാനാ. നിസ്കരിക്കണ അവിടെ മൗമിയക്കല്ലേ. ഈ മൗമിയങ്ങൾ ഇതിന്റെ ഉള്ളിലുള്ളത്, അതിന്റെ ഉള്ളിൽ ആവശ്യമുള്ള ശബ്ദമല്ലേ വേണ്ട. മറ്റേതൊക്കെ കറാത്ത, പുറത്തേക്ക് വിടുന്നത് കറാത്താണ്. ഇപ്പൊ അടുത്തുള്ള മറ്റു നിസ്കാരക്കാർക്ക് വിഷമം, കഠിനമായ വിഷമം ഉണ്ടാവുന്ന നിൽക്കുകയാണെങ്കിൽ അത് ഹറാമ് തന്നെ. ഇവിടെ അങ്ങനെ നല്ലൊരു ഓർഡർ ചെയ്യുന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ റമദാനില്, കഴിഞ്ഞൊല്ലല്ല അതിന്റെ മുമ്പത്തെ റമദാനില് ഇവിടുത്തെ ഔഖാഫ് വകുപ്പ് മന്ത്രി വളരെ കർശനമായ ഓർഡർ കൊടുക്കുകയും അങ്ങനെ അതിന് വിപരീതം കണ്ടാൽ സ്പീക്കറിനെ എടുത്തുകൊണ്ടോണം എന്നൊക്കെ ഓർഡർ ഇട്ടീനി. അത് നടന്നിരുന്നെങ്കിൽ എന്തൊരു ഹൈറായിരുന്നു. കുറെ കാലം നടന്ന് ഇപ്പൊ പഴയതുപോലെ തന്നെ. ഏതായാലും അത് ഹറാമിലേക്കാണ് അതിന്റെ പോക്ക്. കറാഹത്തുമെന്ന് വിടും എന്നർത്ഥം. അതെ. മക്റൂഹാത്തു റുക്കൂഇ വസ്സുജൂദ് എന്നാലും ഏതായാലും ഓതിയിട്ടില്ലല്ലോ. റുക്കൂഇലും സുജൂദിലും വരാൻ സാധ്യതയുള്ള കറാഹത്തുകൾ. ഒന്ന് അൽ ഇഖ്തിസാറു, ചുരുക്കൽ, അല അഖല്ലി റുക്കൂ. റുക്കൂവിന്റെ 2 രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എങ്ങനെ 2 രൂപം? അഖല്ലു റുക്കൂ, ഉള്ളം കൈ, സാധാരണഗതിയിൽ ഒത്ത വലുപ്പമുള്ള ഒരു മനുഷ്യന്റെ ഉള്ളം കൈ കാൽമുട്ടിൽ എത്താൻ ആവശ്യമായ അത്ര കുനിയുന്നതിനാണ് ചുരുങ്ങിയ റുക്കൂ എന്ന് പറയാം. അത് പ്രത്യേക കാരണമില്ലാത്ത സാഹചര്യത്തിൽ അത്രയും ചുരുക്കി ചെയ്യൽ കറാഹത്താണ്. പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു, 2 ഉള്ളം കൈ കാൽമുട്ടിൽ വെച്ച് 2 കാൽമുട്ടുകളെ പിടിക്കുകയും ചുമലും പെരടിയും സമമാക്കി നിർത്തുകയും ചെയ്യുക എന്നാണ് പൂർണ്ണരൂപം. അവിടെ അല്ലാതെ പ്രത്യേക എതിരില്ലാത്ത സാഹചര്യത്തിൽ ഉള്ളം കൈ കാൽമുട്ടിൽ എത്താൻ ആവശ്യമായ അത്ര കുനിഞ്ഞുകൊണ്ട് നിർത്തുന്നു, അത് കറാഹത്താണ്. അഖല്ലു റുക്കൂവിന്റെ മേൽ ചുരുക്കൽ കറാഹത്ത്. 2 റഫ്ഉർ റഅ്സി, റുക്കൂ ചെയ്യുമ്പോഴേ തല പൊക്കി പിടിക്കുക. നമ്മൾ പണ്ട് പറഞ്ഞ ആമമാർക്ക് റുക്കൂ. ആമ എങ്ങനെയാണല്ലോ, ഇങ്ങനെ വന്നിട്ട് തലയാണ് മേപ്പെട്ട് പൊക്കല. എന്നേക്ക് ചില ആളുകളുടെ റുക്കൂ ശരിക്കും ആമമാർക്ക് റുക്കുവാ. ഇങ്ങനെ ആമന്റെ തല പൊക്കിയേക്ക് തല പൊക്കി പിടിക്കുക, അത് കറാഹത്താണ്. ഔ ഹഫ്ലുഹു, അല്ലെങ്കിൽ തല പറ്റ താഴ്ത്തി പിടിക്കുക. പടിയവൾ പറഞ്ഞില്ലേ മുളകും തയ്യന്റെ മതേബ്. ഈ മുളകും തയ്യന്റെ ഉമ്മാര് പിരിച്ചു വെക്കല്, അതിന്റെ കൗത്ത് തലയെ പറ്റ താന്നിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് വെള്ളം പറന്ന് നനച്ച് ഇങ്ങനെ ക്രമേണ തല ഉയർന്നു വരിക എന്നതുപോലെ മുളുന്തയ്യന്റേക്ക് തല വാടിയിട്ട് കീപ്പെട്ട് താകലും കറാത്താണ്, ആമന്റേക്ക് തല പൊക്കി പിടിക്കലും കറാത്താണ്. 2ഉം കറാത്താണ്. ഞാൻ സംതിള്ളോ, മുതുകിന്റെ ലെവലിൽ നിന്നും പൊക്കിപ്പിടിക്കലും താഴ്ത്തിപ്പിടിക്കലും 2ഉം കറാത്ത. അതുകൊണ്ടാണ് അത് സമമാക്കണം എന്ന് പൂർണ്ണ റുക്കുവിന്റെ രീതിയിൽ പറഞ്ഞത്. കഴുത്തും ചുമലും തലയും ഒരുപോലെ സമാസമമാക്കി വെക്കുക. അതിനേക്കാൾ തല പൊക്കിയാലും കറാത്താണ്, താഴ്ത്തിപ്പിടിച്ചാലും കറാത്താണ്. 3 സിയാദത്ത് ഇമാമിൻ, ഇമാമ് വർദ്ധിപ്പിക്കുക. ഏത് ഇമാമ്? 2 ഇമാമിങ്ങളെ പറഞ്ഞു നമ്മൾ.
വൈറു മഅ്ദൂനിൻ, ദീർഘിപ്പിക്കാൻ നിശ്ചിത മഅ്മൂമീങ്ങൾ അനുവാദം കൊടുത്ത വഴിയോരത്തിലെ പള്ളിയിൽ അല്ലാതെ നിസ്കാരം നിർവഹിക്കുന്ന ഇമാം, അയാൾക്ക് വിരോധമില്ല. അല്ലാത്ത സാധാരണ ഇമാമുകൾ വർദ്ധിപ്പിക്കുക ദിക്റിനെ വർദ്ധിപ്പിക്കുക, ഫീഹിമ, സുജൂദിലും റുക്വയിലും. എന്തിനേക്കാൾ? അലാ സലാസി തസ്ബീഹാത്തിൻ, 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്നും 3 പ്രാവശ്യം ചെല്ലുക. അതാണ് സുന്നത്ത്. 1 പ്രാവശ്യം ചെല്ലിയാൽ തന്നെ കറാത്ത് ഒഴിവായി, 3 പ്രാവശ്യം ചെല്ലിയാൽ സുന്നത്തായി. അതിനേക്കാൾ കൂട്ടി ചില ആൾ 5 ആയിട്ടും, ചിലർ 7 ആയിട്ടും, ചിലർ 9 ആയിട്ടും, ചിലർ 11 ആയിട്ടും ഒക്കെ നീട്ടും. അതൊക്കെ കറാത്താണ് ഇമാമിനെ സംബന്ധിച്ച്. എന്നാൽ പള്ളി വഴിയോരത്തുള്ള പള്ളിയല്ല, നിശ്ചിത ആളുകൾ മാത്രമേ മൗമൂങ്ങളുള്ളൂ, അവർ വാക്കാൽ നീട്ടിസ്കരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ വിരോധമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ഇമാമ് റുക്കൂയിലായിരുന്നാലും സുജൂദിലായിരുന്നാലും 3 തസ്ബീഹിനേക്കാൾ വർദ്ധിപ്പിക്കൽ കറാത്താണ്. 4 മുഖാലഫത്തു തർത്തീബി, ക്രമം തെറ്റിക്കുക, ക്രമത്തിനെതിരാകുക എന്നർത്ഥം. എന്ത് ക്രമം? അൽ മശ്റൂഇ, സുന്നത്താക്കപ്പെട്ടതായ ക്രമത്തിനെ തെറ്റിക്കുക. ഫീ വദി അളാഇ സുജൂദി, സുജൂദിന്റെ അവയവങ്ങളെ നിലത്ത് വെക്കുന്നതിൽ കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട ക്രമം തെറ്റിക്കുക. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം 2 കാൽമുട്ടുകൾ വെക്കുക, പിന്നീട് 2 ഉള്ളം കൈകൾ വെക്കുക, പിന്നീട് നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക. ഇതാണ് സുന്നത്ത്. അതിന് വിപരീതമായിട്ട് ഒരാൾ ആദ്യം എന്ത് വെച്ചു? കൈ വെക്കുന്നു, പിന്നെ കാൽമുട്ട് വെക്കുന്നു, എന്നിട്ട് ആദ്യം നെറ്റി വെക്കുന്നു, പിന്നെ മൂക്ക് വെക്കുന്നു. ഇത് ക്രമത്തിനെതിരാ. നെറ്റി മൂക്കും ഒപ്പം വെക്കുക, ആദ്യം കാൽമുട്ട് വെക്കുക, പിന്നെ ഉള്ളം കൈ വെക്കുക. ഇതാണ് കൽപ്പിക്കപ്പെട്ട മശ്റൂആയ ക്രമം എന്ന് പറഞ്ഞത്. ഈ ക്രമം തെറ്റിച്ചുകൊണ്ട് ചെയ്യൽ കറാത്താണ്. അത് പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം ഉണർത്തിയത്, സുജൂദിലേക്ക് പോകുമ്പോൾ ഒന്നായിട്ടാണ്ട് പോയിട്ട് ഠോ എന്ന് പറഞ്ഞിട്ട് കാലുമുട്ട് കണ്ട് കൊണ്ടുപോയിട്ട് കുത്തുന്നു കാണാം. അത് വരാൻ പാടില്ല. ആദ്യം എന്താക്കുക? 2 കൈ കാലിന്റെ തൊടയിൽ വെച്ച് ഊന്നു കൊടുത്തിട്ട് പതുക്കെ പോവുക. എന്നാൽ ആ കാലുമുട്ട് അവിടെ പോയിട്ട് മുട്ടാതെ ആദ്യം പതുക്കെ കൊണ്ടുപോയി കാൽമുട്ട് നിലത്ത് കുത്താൻ കഴിയും. അതിനുശേഷം ഈ കാലിന്റെ തൊടയിൽ നിന്ന് കൈയെടുത്ത് 2 ചുമലുകൾക്ക് നേരെയാവുന്ന നിലക്ക് നിലത്ത് കുത്തുക. എന്നിട്ട് ഈ 2 കൈയിന്റെ ഇടയിലായിട്ട് നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക. ഇതാണ് ക്രമം. ഈ ക്രമത്തിന് വിപരീതം വരുന്നത് കറാഹത്താണ്. 5 അദ്മു വളയിൽ അംഫി, മൂക്ക് വെക്കാതിരിക്കുക. ഫി സുജൂദി, സുജൂദിൽ നെറ്റി വെക്കലേ ഫർദുള്ളൂവെങ്കിലും മൂക്ക് വെക്കൽ മുഅക്കദായ സുന്നത്താ. എന്ന് തന്നെയല്ല, മൂക്ക് വെക്കാതെ നെറ്റി ഒറ്റയ്ക്ക് വെച്ചാൽ അധിക ആളുകളുടെയും നെറ്റി നിലത്ത് കെട്ടൂല, തലയിക്കാരൻ നിലത്തുണ്ടാകുക. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൂക്ക് വെക്കുമ്പോഴേ നെറ്റി ശരിക്ക് നിലത്ത് തട്ടിന്ന് ഉറപ്പ് വരുള്ളൂ. മറ്റേത് ചിലപ്പോൾ നെറ്റിയുടെ അല്പഭാവം തട്ടിയിരിക്കാം, ഇല്ലാതെ തീരെ തട്ടാതിരിക്കാം. തീരെ തട്ടാതെ ആ സുജൂദ് തന്നെ സഹിയാവൂല. അപ്പൊ അതുകൊണ്ട് മൂക്ക് കൂടി വെച്ചാൽ നെറ്റി തട്ടിന്ന് ഉറപ്പ് വരും. മൂക്ക് തട്ടാതെ നെറ്റി മാത്രം വെച്ചാൽ സുജൂദ് സഹിയാവുമെങ്കിലും കറാത്ത് വരും. എത്തിയതാലായി 2 ഉള്ളൂ. കഴിഞ്ഞിട്ട് പിന്നുള്ള അവിടെ നിർത്താം. പിന്നെ അത്തഹിയ്യാത്തുമായിട്ട് ബന്ധപ്പെട്ടതും മൊത്തത്തിലുള്ള കറാത്തും ഇൻഷാ അല്ലാഹ് ഇനി കുറെ ഭാഗം കൂടി അത് നാളെ എടുക്കാം. ഇന്ന് ഇവിടെ നിർത്താം. 5 മക്രൂഹാത്തുൽ ഇഅ്തിദാൽ, റുക്കൂഉം സുജൂദും കഴിഞ്ഞാൽ പിന്നെ ഇരുത്തത്തിന് നേരത്തെ പറഞ്ഞു ചെയ്തല്ലോ. ഇഅ്തിദാലുമായി ബന്ധപ്പെട്ട കറാത്തുകൾ. 1 അൽ ഖുനൂത്ത്, ഖുനൂത്ത് നിർവഹിക്കൽ. ഫീ സ്വലാത്തിൻ ലം യുശ്റഅ ഫീഹ, ഖുനൂത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളിൽ ഖുനൂത്ത് നിർവഹിക്കൽ കറാഹത്ത. നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, കറാഹത്താണ്. ഇപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ, സുബ്ഹ് നിസ്കാരത്തിലെ 2 റക്അത്തിലെ ഇഅ്തിദാലിലും റമളാൻ മാസത്തിലെ വിത്ർ നിസ്കാരം അവസാനത്തെ പൗതിയിലെ വിത്ർ നിസ്കാരം, അതായത് 15 കഴിഞ്ഞിട്ട് 16-ാം രാവ് മുതൽക്ക് അവസാനം വരെ ഉള്ള വിത്ർ നിസ്കാരത്തിന്റെ അവസാന റക്അത്തിലെ ഇഅ്തിദാലിലുമാണ് സുന്നത്ത്. അപ്പൊ ഒരാൾ ഇവിടെയൊക്കെ സാധാരണ ഹംബലി മദ്ഹബുകാരെ തുടർന്ന് നിസ്കരിക്കുകയാണല്ലോ നമ്മള്.
ഹറമിലൊക്കെ പോയാൽ ഹംബലി മദ്ഹബ് അനുസരിച്ചാണ് ജമാഅത്ത് നടക്കുന്നത്. അപ്പോ ഹംബലി മദ്ഹബുകാർക്ക് 365 ദിവസവും കുനൂത്തുണ്ട് വിത്തറിൽ. അപ്പൊ റമദാൻ 1 മുതൽക്ക് തന്നെ ഒരു കുനൂത്ത് ഓതും. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പറ്റുമോന്ന്, പങ്കെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഹറാമൊന്നുമില്ല, എന്നാൽ കറാത്ത. കാരണം സുന്നത്ത് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് എല്ലാ ദിവസവും വിത്തറിൽ കുനൂത്ത് സുന്നത്തില്ല. റമദാനിന്റെ അവസാന പകുതിയിലെ വിത്തറിൽ മാത്രമേ സുന്നത്തുള്ളൂ. അപ്പൊ സുന്നത്തില്ലാത്ത സമയത്ത് കുനൂത്ത് ഓതുന്നത് കറാഹത്താണ്. എന്നാൽ വരുന്ന അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട പോലെ മദ്ഹബ് അനുസരിച്ച് സുബഹിയിലല്ല കുനൂത്ത് ഓതേണ്ടത്, വിത്തറിലാണ്. സുബഹിയിൽ എന്നും കുനൂത്തുണ്ടല്ലോ, അതുപോലെ അവരുടെ മദ്ഹബിൽ വിത്തറിൽ എന്നും കുനൂത്തുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അവിടെ സുന്നത്തില്ല. സുന്നത്തില്ലാത്ത സ്ഥലത്ത് കുനൂത്ത് ഓതല് കറാഹത്താണ്. അപ്പൊ നിസ്കാരം പാത്തിലാവില്ല, കറാഹത്താണ്, ഒഴിവാക്കുകയാണ് വേണ്ടത്. 2, തഖ്സീസുൽ ഇമാമി, ഇമാമ് പ്രത്യേകമാക്കൽ, നഫ്സുഹു തന്റെ ശരീരത്തെ, ബിദുആഇൽ ഖുനൂത്തി, ഖുനൂത്തിലെ ദുആ. തന്നെ ഇമാമും മഅ്മൂമായിട്ട് നിസ്കരിക്കുന്ന ആള് സുബഹിക്ക് ഖുനൂത്ത് ഓതുമ്പോൾ ഇമാമ് ബഹുവചനം കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഹ്ദിനാ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണമേ എന്നിങ്ങനെ ഇഹ്ദിനാ എന്ന് ബഹുവചനമായിട്ട് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറ മാ ഖളൈത്. അങ്ങനെ ഇതൊക്കെ ദുആകൾ. ഈ ദുആകളിലൊക്കെ ബഹുവചനമായിട്ട് പറയലാണ് ഇമാമിന് സുന്നത്ത്. അവിടെ ഇമാം എന്ത് പറഞ്ഞു? സാധാരണ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ പറയുമ്പോൾ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് എന്ന് പറഞ്ഞാൽ അയാളെ മാത്രമായി. എന്നാ അല്ലാഹുമ്മ ഹ്ദിനി വആഫിനി എന്നൊക്കെ പറയുന്ന ഏകവചന. അപ്പൊ അയാളെ സ്വന്തം കാര്യമാണ്. ഇഹ്ദിന വആഫിന വതവല്ലന എന്നൊക്കെ പറയുന്ന ബഹുവചന. അപ്പൊ ഇമാമിനും മഅ്മൂമിനും പെടും. അപ്പൊ ഇമാമായി നിസ്കരിക്കുന്ന ആള് ബഹുവചനം കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത് ഖുനൂത്തിൽ. ഇനി നിസ്കാരത്തിൽ സുജൂദിലോ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലോ മറ്റോ ഹദീസിൽ വന്നതല്ലാതെ സ്വന്തമായ ഒരു ദുആ ഇമാമ് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞേക്ക് മഅ്മൂമികളെ കൂടി ഉൾപ്പെടുത്തി ബഹുവചനം കൊണ്ട് ദുആ ചെയ്യണം. ഒറ്റക്കാവൽ കറാത്ത. അതേസമയത്ത് പതിവായി ചെല്ലുന്ന ഹദീസുകളിൽ നിർദ്ദേശിക്കപ്പെട്ട ദുആകൾ അത് ഇമാമും തന്നെ ഏകവചനം കൊണ്ട് ദുആ ചെയ്താൽ മതി, ബഹുവചനം വേണ്ടതില്ല. ഉദാഹരണം റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അവിടെയൊക്കെ ഏകവചനാണല്ലോ. അത് ഇമാമും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, മഅ്മൂമും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതുപോലെ സുജൂദിലുള്ള ദുആ, റുക്കൂഇന് ദുആ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹദീസിൽ വന്നതാണെങ്കിൽ ആ വന്നതുപോലെ ഏകവചനം കൊണ്ട് പറഞ്ഞാൽ മതി. അല്ലാതെ സ്വന്തമായി ദുആ ചെയ്യുകയാണെങ്കിൽ അവിടെ ബഹുവചനം തന്നെ വേണം, ഏകവചനമാക്കൽ കറാഹത്താണ്. ആട്ടെ, ഇനി അത്തഹിയാത്തുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ നിസ്കാരത്തിൽ മൊത്തത്തിൽ വരാൻ സാധ്യതയുള്ളതായ കറാഹത്തുകളാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സിൽ എടുക്കുക. ഇന്ന് ഇപ്പം മതി. ചോദ്യം ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പൊ ഈ ഫസ്റ്റിൽ നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് എന്നുള്ളവർക്ക് ചോദിക്കുന്നതിന് വിഷമങ്ങളൊന്നും ഉണ്ടാവും തോന്നില്ല. 2ലും 3ലും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് മൈക്കെടുക്കാൻ പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ള സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇതൊരു ചെറിയ പ്രയാസമാണ്. ആ പ്രയാസമൊക്കെ അല്ലാഹു തആല വലിയൊരു എളുപ്പത്തിലേക്കുള്ള വഴിയാക്കി തെരുമാറാകട്ടെ. കൂടുതൽ സൗകര്യപ്രദവും കൂടുതൽ ഫലപ്രദവുമായ രീതിയിൽ ഈ ഖൈറായ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ പരസ്പരം കൈമാറാൻ, പഠിക്കാനും പഠിപ്പിക്കാനും കേൾക്കാനും ചോദിക്കാനും ഒക്കെയുള്ള സൗകര്യം കൂടുതൽ സൗകര്യപ്രദമായ നിലക്ക് നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുള്ള വഴി എന്താണോ ആ വഴി അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അതിനുവേണ്ടി ശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി സൗകര്യം ഉള്ളിടത്തോളം കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംശയ നിവാരണമായിട്ട് കുറച്ചു നേരം നോക്കാം. എന്നിട്ട് അതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഖാത്തം ഓതിയതും തഹ്ലീൽ ചൊല്ലിയതും ഒക്കെ ഉണ്ട്, അത് ദുആ ചെയ്യുകയും ചെയ്യാം എന്നുണർത്തി ദുആ വസിയത്തോടെ മൈക്ക് വിടുകയാണ് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാകട്ടെ. വസിയത്തോടെ അസ്സലാമു അലൈക്കും.
മറ്റേ ആ സുഹൃത്ത് ഒരുപാട് മുന്നേ പിന്നെ കൈപ്പൊക്കിയത് അൻഷാ അടുത്ത ആള് കൈപ്പോ എടുത്തോളൂ, അല്ലെങ്കിൽ അല്ലു റാജിക്ക മൈക്ക് എടുത്തോളൂ. ഓക്കെ, മൈക്ക് കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷമായ ഉസ്താദിൻ്റെ ക്ലാസ് റായത്തായി. ഇന്നലെ അതൊന്നും മുടങ്ങി, അത് വലിയ വിഷമമുണ്ടായി. അതിൽ ഉസ്താദ് ഇന്ന് ക്ലാസ് എടുത്ത് വളരെ ഉപകാരമാണ്. ഉസ്താദെ, ഈ പഴയ കാലത്തുള്ള ആള് ഈ ഫാത്തിഹയ്ക്ക് ശേഷം ഇമാമിങ്ങൾ പ്രത്യേകിച്ച് റബ്ബി ഗഫ്രിലി എന്ന് പറഞ്ഞിട്ട് വലല്ലാലീൻ്റെ ശേഷം റബ്ബി ഗഫ്രിലി എന്ന് പറഞ്ഞ് ആമീൻ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ റബ്ബി ഗഫ്രിലി എന്ന് പറയൽ സുന്നത്തുണ്ടോ? ഇനി സുന്നത്ത് ഉണ്ടെങ്കിൽ അവിടെ ഇമാമ് ജമ്മൻ്റെ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, അത് സിറാണോ ജഹ്റാണോ എന്നും കൂടിയാണ്. മറ്റൊരു ചോദ്യം കൊണ്ട് ചോദിക്കാറുണ്ട്, പക്ഷേ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മൈക്ക് രണ്ടാമത് കിട്ടിയാൽ മതി. അസ്സലാമു അലൈക്കും, ജസാക്കുമുല്ലാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആമീൻ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്ത് അവസാനിക്കുന്നതിന്റെയും ആമീൻ എന്ന് പറയുന്നതിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ ഖദർ സുക്കൂത്ത് സുന്നത്താണ് എന്ന് നമ്മൾ പാഠത്തിൽ പറഞ്ഞല്ലോ. ഈ സുക്കൂത്തിന്റെ സമയത്ത് ദുആ ചെയ്യുന്നതിന് വിരോധമില്ലാന്ന്. അപ്പൊ ആ ദുആ ഒരാള് റബ്ബി ഗഫ്രിലി എന്ന് പറയുകയാണെങ്കിൽ ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ ഖദർ തന്നെ വരുന്നുള്ളൂ. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതല്ലാത്ത ദുആകൾ ഇമാമ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്വന്തം നഫ്സിനെ ഖാസാക്കി പ്രത്യേകമാക്കി മൗമൂമിങ്ങളെ ഉൾപ്പെടുത്താതെ ചെയ്യൽ കറാഹത്താണ് എന്ന് പറഞ്ഞതിൽ ഈ ദുആവും പെടും. കാരണം പ്രത്യേകം ഹദീസിൽ വാരിദായ ദുആയിൽപ്പെട്ടതല്ലാതെ സ്വന്തം ഇഖ്തിറായ് ചെയ്ത്, അങ്ങനെ അതിന് പറയാം, ഫുഖഹാന്റെ ഭാഷയിൽ പറയാം, വാരിദായ ദുആ ഇഖ്തിറായ് ചെയ്ത ദുആണ്. ഇത് ഇമാമ് സ്വന്തം ഇഖ്തിറായ് ചെയ്യുന്ന ദുആണ്. ഇങ്ങനെയുള്ള സ്വന്തം ചെയ്യുന്ന ദുആ മൗമൂമിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചെയ്യലാണ് സുന്നത്ത്. മറിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ കറാഹത്തിൽ പെടും. ഇത് വിശദീകരണത്തിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും മറ്റുള്ള മഹാന്മാരും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഏത് വാരിദായ പ്രത്യേകം ഹദീസിൽ വന്നതല്ലാത്ത ഏത് ദുആ നിസ്കാരത്തിൽ ഇമാമ് ചെയ്യുകയാണെങ്കിലും സ്വന്തം ശരീരത്തിനെ മാത്രം പ്രത്യേകമാക്കിക്കൊണ്ടുള്ള ദുആ കറാഹത്താവും എന്ന്. കുനൂത്ത് ഏതായാലും പെട്ട് അല്ലാതെ സ്വന്തം ഇഖ്തിറാ ചെയ്യുന്നതിൽപ്പെട്ടതാണ് റബ്ബി ഗഫ്രിലി. അപ്പൊ റബ്ബന ഗഫ്രിൽ ലനാ എന്ന് പറഞ്ഞാൽ മതി. എന്നാലും ഏതാ ഈ സുക്കൂത്ത് സുന്നത്തായ സമയത്തേക്കാൾ വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറയുന്നില്ല, എങ്കിൽ പോലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്യുകയാണെങ്കിൽ ഇമാമ് റബ്ബി ഗഫ്രിലി എന്ന് പറയുന്നതിന് പകരം റബ്ബന ഗഫ്രിൽ ലനാ എന്ന് പറയുകയാണ് സുന്നത്തായ രീതി. അങ്ങനെ ദുആ ചെയ്യലിന് സുന്നത്തുണ്ടോ എന്ന് ചോദിക്കേണ്ട, അതിന് വിരോധമില്ല, ചെയ്യാവുന്നതാണ്, ദുആ ചെയ്യാവുന്നതാണ്. ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? ഇമാമാവുമ്പം ജമ്മാക്കിയിട്ട് റബ്ബന ഗഫ്രിൽ ലനാ എന്നാണ് പറയേണ്ടത്. കാരണം ഇഖ്തിറായ് ചെയ്ത ദുആ ആണ്. അത് ഇമാമിന് മാത്രമാക്കി മൗമൂമിങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ദുആ കറാഹത്താണ് എന്ന് ഉള്ളത് കൊണ്ട്, ഹദീസിൽ പ്രത്യേകം അത് വിരോധിക്കപ്പെട്ടത് കൊണ്ടും ഇങ്ങനെയുള്ള ദുആകളിൽ ജമ്മാക്കി പറയുകയാണ് വേണ്ടത്. അങ്ങനെ അധിക സമയം ദീർഘം വരാത്തതായതുകൊണ്ട് അതുകൊണ്ട് വിരോധമില്ല. കാരണം മുവാലാത്ത് മുറിയാൻ പാടില്ല. ആമീനിന്റെയും ഫാത്തിഹയുടെ അവസാനത്തിന്റെയും ഇടയിലുള്ള മുവാലാത്ത് അഥവാ തുടർച്ച മുറിയാതിരിക്കണം എന്നാണ്. അത് സുബ്ഹാനല്ലാഹ് എന്ന് സമാധാനത്തിൽ പറയാൻ ആവശ്യമായ ഖദർ അനുവദിക്കപ്പെട്ടത്. അതിനേക്കാൾ കൂടുമ്പോഴേ മുവാലാത്ത് മുറിയുള്ളൂ. ആ കൂടാത്ത നിലക്കുള്ള ദുആ ഇടക്ക് റബ്ബന ഗഫ്രിൽ ലനാ പോലത്തത് വരുന്നത് കൊണ്ട് മുവാലാത്ത് മുറിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇമാമ് ചെയ്യുമ്പോൾ ബഹുവചനമായിട്ട് തന്നെയാണ് പറയേണ്ടത്. ശുക്രൻ ഉസ്താദ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. പിന്നെ ഉസ്താദ് ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു. ചില ആൾക്കാർ ഉസ്താദ് പറഞ്ഞതുപോലെ ഏറ്റുദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ഉറക്കെ കൊണ്ടുപോയി പിന്നെ മുട്ട് കാലം വെക്കുന്നുണ്ട്. അതിൽ ഉസ്താദ് ഒരു ന്യായം പറഞ്ഞത് അത് മെല്ലെ തുടയിൽ കാല് വെച്ചുകൊണ്ട് അവിടെ മെല്ലെ വെക്കലാണ് എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് വളരെ നന്നാണ്. പക്ഷേ ഉസ്താദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആ ഏറ്റുദാലിലെ കൈ നേരെ കൊണ്ട് സുജൂദിന്റെ സ്ഥലത്ത് വെച്ചതായിട്ടാണ് പറയപ്പെടുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട് ഉസ്താദെ.
അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ അതിന് വല്ല കറാഹത്തോ വല്ലതും ഉണ്ടോ, അല്ല അതിൻ്റെ ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഞാൻ അതിൻ്റെ ശേഷം പിന്നീട് മുട്ടിൽ കൈ വെക്കാതെ നേരെ തന്നെ സുജൂദിൻ്റെ സ്ഥാനത്ത് മെല്ലെ കൊണ്ടുവെക്കാനാണ് പതിവ്. ഉസ്താദ് അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും. അത് നമ്മള് സുജൂദിലേക്ക് പോകുന്നിടത്ത് പറഞ്ഞ് എത്തിദാലിൽ നിന്നിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ചുമലിന്റെ നേരെ ഉയർത്തിയ കൈ ഇർസാല് ചെയ്യൽ സുന്നത്തുണ്ട്. ഈ ഇർസാല് ചെയ്തിട്ട് ആണ് കുനൂത്തുന്നാണെങ്കിൽ പോലും ഇർസാല് ചെയ്തിട്ടാണ് പോകേണ്ടത്. ചില ആൾ കണ്ടില്ല അങ്ങനെ ആമയും പിടിച്ചുകൊണ്ടാണല്ലോ കീപ്പോട്ട് പോവുക. അത് സുന്നത്തിന്റെ മാറ്റമാണ്. സുന്നത്ത് ഇർസാൽ ചെയ്യുക, കൈ താഴ്ത്തിയിട്ടിട്ട് എന്നിട്ടാ പോകേണ്ടത്. ഈ പോകുന്ന സമയത്ത് ഇർസാൽ ചെയ്ത കൈ പറഞ്ഞേക്ക് അങ്ങനെ ഊന്നിപ്പോകാൻ കഴിയൂലല്ലോ. ഇർസാൽ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ആദ്യം കൈവെക്കാതെ കാൽ വെക്കുന്ന അവസ്ഥ വളരെ അപകടകരമാണ്. അത് പലപ്പോഴും അതുകൊണ്ടാണ് ഈ കാല് ശക്തിയായിട്ട് ചെന്നിട്ട് മുട്ടുന്നതൊക്കെ അധികവും അതാണ് കാരണം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എത്തിമാദിന്റെ രീതി, നൃത്തത്തിലേക്ക് വരുമ്പോൾ എത്തിമാദ് സുന്നത്തായതുപോലെ സുജൂദിലേക്ക് പോകുമ്പോഴും എത്തിമാദാണ് നല്ലത്. ഈ എത്തിമാദ് എന്ന് പറഞ്ഞ രൂപമാണ് കൈ കാലിന്റെ മേൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സാവകാശം പോകുക എന്ന് പറയുന്നത്. ഇർസാൽ ചെയ്തതോടുകൂടി അത് കഴിഞ്ഞു. ഏത് സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ് കൈ ചുമലിന്റെ നേരെ ഉയർത്തിക്കഴിഞ്ഞാൽ കൈ താഴ്ത്തിയിടുകയാണ് വേണ്ടത്. ഈ താഴ്ത്തിയിട്ടുകൊണ്ട് ആ രീതിയിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അബദ്ധത്തിൽ വീണു പോകാനോ കാല് ശക്തിയായി മുട്ടാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് കൈ ഏത്തിമാത് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയാണ് നല്ല രീതി. എന്നാൽ കറാഹത്തായ രീതി ആണ് ആദ്യം കൈ വെച്ചിട്ട് പിന്നെ കാൽമുട്ട് വെക്കുന്നത്. അതല്ലാതെ ഒരാൾക്ക് കൈ കാലിൽ ഊന്നൽ കൊടുക്കാതെ തന്നെ സാവകാശം കാൽമുട്ടിന് പരിക്ക് പറ്റാതെ അതുമല്ലെങ്കിൽ വീണുപോകാതെ സാവധാനത്തിൽ തന്നെ കാൽമുട്ട് വെച്ച് പിന്നെ കൈ വെച്ച് കൊണ്ട് സുജൂദ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ല രീതിയുമാണ്, വിരോധമില്ല. മനസ്സിലായില്ലേ? മറിച്ച് അധികവും വരിക ആദ്യം കൈ നിലത്ത് കുത്തി പിന്നെ കാല് കുത്തുന്ന രീതി വരും. അങ്ങനെ വരുമ്പോൾ അത് കറാഹത്ത് വരും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, നിസ്കാരത്തെ റക്കാത്തിന്റെ എണ്ണം മറന്നു കഴിഞ്ഞാൽ സഹവിന്റെ സുജൂദ് ചെയ്താൽ അത് പരിഹരിക്കുമോ? അതോ എണ്ണം സംശയത്തിന്റെ പേരിൽ 3 or 4 എന്നുള്ളതിൽ അങ്ങനെ ഉയർന്ന് രണ്ടാമത് ആ റക്കാത്തിലേക്ക് തിരിച്ചു പോകലാണോ നല്ലത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തന്നാലും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശബ്ദം കുറച്ച് കുറവായിനി. അതായത് ഒരാള് നിസ്കരിച്ച റക്കാത്തിന്റെ എണ്ണത്തിന് ശരിക്കും ധാരണയില്ല, ഓർമ്മയില്ല, സംശയം വന്നു. അങ്ങനെ വന്നാൽ ആ സംശയത്തോടു കൂടി തന്നെ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതിയോന്നാ? അത് പോരാ. സംശയായി 4 റക്കഅത്തായോ അതല്ല 3 ആയിട്ടുള്ളൂ എന്ന് സംശയം വന്നാൽ 3 ആയിട്ടുള്ളൂ എന്നുകൊണ്ട് എടുത്തിട്ട് 1 റക്കഅത്ത് കൂടി നിസ്കരിക്കൽ വുജൂബാണ്. അല്ലെങ്കിൽ നമസ്കാരം തന്നെ സഹിയാവൂല. സംശയത്തോടു കൂടി അത്തയ്യാത്തോ സലാം വീട്ടി നമ്മൾ നമസ്കാരം തന്നെ പത്തിലാവും. മറിച്ച് ഇപ്പൊ 3 or 4 സംശയിച്ചാൽ 3 ആണെന്ന് എടുക്കുക, എന്നിട്ട് 1 റക്കഅത്തോടി നിസ്കരിക്കുക. 2 or 3 സംശയിച്ചാൽ 2 ആണെന്ന് വെക്കുക, പിന്നെ എടുക്കുക 1 റക്കഅത്തോടി. അതായത് സംശയം വന്നാൽ, ഉറപ്പില്ലാതെ വന്നാൽ ചുരുങ്ങിയത് കൊണ്ട് എടുക്കുകയും പിന്നീട് ഉറപ്പ് വരുത്താൻ വേണ്ടി 1 റക്കഅത്ത് കൂടി നിസ്കരിക്കുകയും ചെയ്യുക. എന്നിട്ട് സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ 2 സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ചെയ്തിട്ട് നിങ്ങൾ നിസ്കാരം കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഉറപ്പ് വരാൻ വേണ്ടി 1 റക്കഅത്ത് കൂടി നിസ്കരിക്കാതെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും എന്നുള്ള ധാരണയും വെച്ചുകൊണ്ട് നിസ്കരിച്ച് സലാം വീട്ടാൻ നിസ്കാരം തന്നെ ബാത്തിലാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സുന്നത്തായ കാര്യമല്ല, നിർബന്ധമായ കാര്യമാണ്. സംശയിക്കുകയും ഒരാൾക്ക് കൃത്യമായി എണ്ണം ഓർമ്മയില്ലാതെ വരികയും കുറവ് വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ, അഥവാ 4 റക്കഅത്തുള്ള നിസ്കാരം 4 ആയോ അതല്ല 3 ആയിട്ടുള്ളൂ എന്നുള്ള സംശയം, എണ്ണ ഒരു കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാൽ 3 ആയിട്ടുള്ളൂ എന്ന് വെച്ച് 1 റക്കഅത്ത് കൂടി നിസ്കരിക്കൽ വുജൂബാണ്. അല്ലെങ്കിൽ നിസ്കാരം തന്നെ മാത്രമാവും. 1 റക്കഅത്ത് കൂടി നിസ്കരിച്ചോളണം. പക്ഷേ അങ്ങനെ നിസ്കരിക്കുമ്പോൾ പിന്നെ ഒരു സാധ്യത എന്താ? ചിലപ്പോൾ 5ാമത്തതും ആവാം എന്നല്ലേ. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക? അത്തയ്യാത്തോതി കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു സഹ്വിന് വേണ്ടി 2 സുജൂദ് ചെയ്യുക, എന്നിട്ട് സലാം വീട്ടുക.
സുജൂദ് ചെയ്തതിനു ശേഷം പിന്നെ അത്തഹിയ്യാത്ത് ഓതണ്ട, സുജൂദ് ചെയ്യുക പിന്നെ സലാം വീട്ടുക. ഇങ്ങനെയാണ് അതിന്റെ രീതി. അതിന് സുജൂദ് ചെയ്യൽ സുന്നത്തും ഒരു റക്അത്ത് കൂടി നിസ്കരിക്കൽ വുജൂബുമാണ്. സംശയമുള്ളതോടുകൂടി ചുരുങ്ങി വരാൻ സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ സലാം വീട്ടാൻ പാടില്ല, ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം, അത് നിർബന്ധമാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്താം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഇവിടെ ഞാൻ കാസ്റ്റ് എന്നാണ്, ജിദ്ദന്ന്. ഇവിടെ നമ്മൾ നിസ്കാരത്തിന്റെ ഇടയിൽ റുക്കൂന്ന് ഇത്തിദാലിലേക്ക് വന്നിട്ട് ആളുകൾ കൈ കെട്ടുന്നത് കാണാം. അതെങ്ങനെ മദ്ഹബിന്റെ വ്യത്യാസത്തിൽ അങ്ങനെ സുന്നത്തുണ്ടോ പ്രത്യേകം കൈ കെട്ടുന്നത്? അതല്ല പിന്നെ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അതേപോലെ തന്നെ സുജൂദിന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ മുട്ടി ചുരുട്ടി കൊണ്ട് നിരത്തി കുത്തിയിട്ട് എഴുന്നേൽക്കുന്നത് ചിലരൊക്കെ കാണുന്നുണ്ട്. അതിൽ അങ്ങനെ എന്തെങ്കിലും സുന്നത്തോ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണോ എന്നുള്ളത് അറിയാം. അസ്സലാമു അലൈക്കും. രണ്ട് കാര്യങ്ങളാ. ഇത്തിദാലിലേക്ക് വരും, അതായത് റുക്കോയിൽ നിന്നും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലി കൈ ചുമലിന്റെ നേരെ ഉയർത്തി നൃത്തത്തിൽ വന്നു കഴിഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം എന്നതുപോലെ കൈ രണ്ടും നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കെട്ടിവെക്കാറുണ്ട്. അത് പൊതുവേ അധികം മദ്ഹബിന്റെ ഇമാമുകളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹൻബലി മദ്ഹബിൽ അങ്ങനെ ഒരു കൗലുണ്ട്. ഇർസാൽ എന്ന് പറയും താഴ്ത്തിയിടുന്നതിന്. ഇർസാലാണോ വേണ്ടത്, അതല്ല വീണ്ടും നേരത്തെ വെച്ചതുപോലെ നെഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കുകയാണോ വേണ്ടത് എന്ന അഭിപ്രായത്തിൽ ഹൻബലി മദ്ഹബിൽ അവരുടെ ചില ഫിഖഹിന്റെ കിതാബുകളിൽ അങ്ങനെ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ പൊതുവെ ഇമാമിയങ്ങളും ഇവിടുത്തെ സാധാരണക്കാരിൽ അധിക പേരും ഒക്കെ ഹൻബലി മദ്ഹബുകാരാണല്ലോ, അതുകൊണ്ട് അവര് ചെയ്യുന്നു. അതുകൊണ്ടത് തെറ്റാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഫിഖഹിന്റെ കിതാബുകളിൽ ആ മദ്ഹബിലെ ഇമാമിയങ്ങളിൽ ചിലർ പറഞ്ഞതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അങ്ങനെ കെട്ടൽ സുന്നത്തായി പറഞ്ഞിട്ടില്ല എന്നല്ല, ഇർസാലാണ് കൽപ്പിക്കപ്പെട്ടത്. കൈ താഴ്ത്തിയിടുക, ഇർസാലിന്റെ രൂപമാണ് സുന്നത്ത്. ഇനി ഒരാളങ്ങനെ കെട്ടിപ്പോയി എന്നത് കൊണ്ടിട്ട് കുറ്റമൊന്നുമില്ല. നല്ല രീതി ഇർസാല് താഴ്ത്തിയിടുന്ന രീതിയാണ്. എന്നാൽ ചില ആളുകൾ കെട്ടുന്നതുകൊണ്ട് ഗുണമുണ്ട്. അങ്ങനെ സുന്നത്തായിട്ടല്ല. ചില ആൾ കൈ താത്തിയിട്ട് ആ കൈ ഇങ്ങനെ ആട്ടും, കൈ ഇങ്ങനെ കീപ്പൊട്ടും മേപ്പൊട്ടും ആടിക്കൊണ്ടിരിക്കും. ആടിയാ നിസ്കാരം പാത്തിലാവും, കെട്ടിയാ പിന്നെ ആടൂലല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, അതാ ഒന്ന്. രണ്ടാമത്തേത്, നൃത്തത്തിലേക്ക് സുജൂദ് കഴിഞ്ഞിട്ട് അടുത്ത റക്അത്തിലെ നൃത്തത്തിലേക്ക് പോകുമ്പോൾ കൈ രണ്ടും ഉള്ളം കൈ നിലത്ത് വെച്ച് ഊന്നൽ കൊടുത്ത് പതുക്കെ നൃത്തത്തിലേക്ക് പോകലാണ് സുന്നത്ത്. അതിന്റെ രൂപം തന്നെ പറഞ്ഞത് ഇമാമിങ്ങളെ തൊഫയിലൊക്കെ പറഞ്ഞത് ക്ഷീണിതനായ ഒരു രോഗി എഴുന്നേൽക്കുന്നത് പോലെ. അത് ഇതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ കഴിവില്ലായ്മയും എളിമത്തരവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കഴിവില്ലായ്മയും എളിമത്തരവും താഴ്മയും പ്രകടിപ്പിക്കുന്നതിന്റെ സൂചനയായി കൈവെള്ള നിലത്ത് കുത്തി ഊന്നൽ കൊടുത്തുകൊണ്ട് പതുക്കെ ഉയർന്നു പോകുന്ന രീതിയാണ് സുന്നത്ത്. കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി കുത്തിയിട്ട് ഒരു എന്തോ ഒരു ഊക്ക് ശക്തി കാണിക്കുന്ന രീതിയിലാവുമ്പോൾ അത് സുന്നത്തിന്റെ വിപരീത. അവിടെ നിസ്കാരം പാത്തിലാവുന്നില്ലെങ്കിൽ പോലും കൽപ്പിക്കപ്പെട്ട സുന്നത്തിന്റെ വിപരീതമാണ്. കൈവെള്ള നിലത്ത് കുത്തി ഊന്നുകൊണ്ട് പതുക്കെ അർത്ഥത്തിലേക്ക് പോകുന്ന രീതിയാണ് സുന്നത്ത്. ഹദീസുകളിലും കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ നിന്നിട്ടും ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് പിന്നീട് അവിടെ നിന്ന് നേരെ എഴുന്നേൽക്കാതെ, ചില ആളുകൾ അങ്ങനെ ഉണ്ട്, കാലിന്റെ തുടമലുകൾ കൈ കുത്തിയിട്ട് ഒറ്റ എഴുന്നേൽക്കല. അങ്ങനെയല്ലാതെ കൈ നിലത്ത് കുത്തി ഊന്നൽ കൊടുത്ത് ഒരു ക്ഷീണിതനായ ആള് എഴുന്നേൽക്കുന്നത് പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൃത്തത്തിലേക്ക് പോയിരുന്നത് എന്ന് ഹദീസുകളിൽ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. സുന്നത്തായ രീതി അതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, നിസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കലാണ് സുന്നത്തെന്ന് അറിയാം. പക്ഷെ ഒരാൾക്കിപ്പോൾ കണ്ണ് ചുമ്മിയിട്ടാണ് ഇഖ്ലാസ് നിസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കുന്നേക്കാളിലും ഇഖ്ലാസ് കിട്ടുന്നെങ്കിൽ സുജൂദിലേക്ക് നോക്കാതെ കണ്ണ് ചുമ്മിയിട്ട് നിസ്കരിക്കാൻ പറ്റുമെന്നാണ്.
ഞാൻ മറ്റൊരു സംശയം, സുജൂദിൽ പോയിട്ട് സുജൂദിൽ നമുക്ക് വേറെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് രണ്ടുമാണ് ഞാൻ മൈക്കിൽ വിളിച്ചത്. പ്രത്യേക കാരണമില്ലെങ്കിൽ കണ്ണടക്കൽ കറാത്ത. അതിന് കാരണം പറഞ്ഞത്, നാം റുക്കൂലേക്ക് പോകുമ്പോഴും ഇത്ദാലിലേക്ക് വരുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും നൃത്തത്തിലേക്ക് പോരുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ കണ്ണുകളും ഈ ഇബാദത്തിൽ സഹകരിക്കുന്നു. അപ്പൊ കണ്ണിനെ അതിന്റെ റുക്കൂയിൽ നിന്നിട്ടും സുജൂദിൽ നിന്നിട്ടും തടയൽ വരുന്നു എന്നതുകൊണ്ട് പ്രത്യേകം കാരണമില്ലെങ്കിൽ അത് കറാഹത്താണ്. എന്നാൽ നോക്കുന്ന സ്ഥലത്തൊക്കെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ചിത്രപ്പണികളും കള്ളിപുള്ളികളും മറ്റുമായി മനുഷ്യന്റെ ശ്രദ്ധയെ നിസ്കാരത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന സാഹചര്യമാണ്. അതിലേക്ക് കണ്ണ് തുറന്ന് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയാൽ കൽബിനെ ഷോലാക്കുകയും ഖുശൂ പാടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ കണ്ണടച്ചാൽ ഈ കുഴപ്പം ഇല്ലാതെ വരികയും ഖുശൂ കിട്ടുകയും ചെയ്യുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് റുക്കൂയിലേക്കും സുജൂദിലേക്കും പോകൽ സുന്നത്താണ്. അതുകൊണ്ട് കൂട്ടത്തിൽ കണ്ണുകൂടി സുജൂദ് ചെയ്യുന്നു. കണ്ണടച്ചാൽ അതിന് തടസ്സം വരുന്നു. ഉദ്റുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. വേറൊരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, സുജൂദില് നമുക്ക് വേറെ ദുആ ചെയ്യാൻ പറ്റുമോ? സുജൂദ് റിലീസ് അതിൻ്റെ അടുത്ത് ഓർമ്മ വിട്ടുപോയതാ. സുജൂദിൽ ദുആ ചെയ്യാം. പക്ഷേ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇമാമായിട്ടാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത മൗമൂമികൾ മാത്രം ഉണ്ടാവുകയും അവർ നീട്ടി നിസ്കരിക്കാൻ വാക്കാൽ സമ്മതിക്കുകയും പൊതു വഴിയോരത്തുള്ള പള്ളി അല്ലാതിരിക്കുകയൊക്കെ ചെയ്താൽ ഇമാമിനുമാവാം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഏതായാലും ആവാം. സുന്നത്ത് നിസ്കാരത്തിലും ആവാം, ഫർദ് നിസ്കാരത്തിലും ആവാം. പക്ഷേ അറബി ഷർത്താണ്, അറബിയത്തിലേ പാടുള്ളൂ. അത് തന്നെ ഹദീസുകളിലോ ഖുർആനിലോ വന്ന ദുആ ആണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി അതൊന്നും അല്ലാത്ത ആഖിറത്തിന്റെയോ വേണമെങ്കിൽ ദുന്യാവിന്റെ തന്നെയോ ഹലാലായ കാര്യങ്ങളിൽപ്പെട്ട ഏത് കാര്യവും സുജൂദിൽ ദുആ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ദുആക്ക് ഉത്തരമുള്ള സ്ഥലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അത് നല്ലത് തന്നെ. പക്ഷേ ഇത് ശ്രദ്ധിക്കണം, അറബിയിലായിരിക്കണം. ഹദീസിലോ ഖുർആനിലോ വന്നതാണെങ്കിൽ അതാണ് മുൻഗണന. അതല്ലെങ്കിൽ ഹലാലായ കാര്യം, ദുന്യവിയോ ഉഖ്റവിയോ ആയ ഹലാലായ കാര്യങ്ങളായിരിക്കണം എന്ന നിബന്ധനയോടുകൂടി ഒറ്റക്ക് നിസ്കരിക്കുന്നവന് ഫർളായാലും സുന്നത്തായാലും യഥേഷ്ടം ദീർഘിപ്പിക്കാവുന്നതും, ഇമാമാണെങ്കിൽ പ്രത്യേകം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ മാത്രം ചെയ്യേണ്ടതും. ഇനി ഒരു ഇമാമ് ദീർഘിപ്പിക്കുകയാണ്, അയാൾ ചെയ്യാൻ പാടില്ല, മൗമൂമ് കുടുങ്ങിയല്ലോ. അങ്ങനെ മൗമൂമിന് സമയം വെറുതെ കിട്ടുന്നു, എന്നാൽ ആ സമയത്തൊക്കെ ദുആ ചെയ്യാവുന്നതാണ്. അതിൽ ദുന്യവിയായ കാര്യമാവാം, ഉഖ്റവിയായ കാര്യമാവാം. പക്ഷേ അല്ലാഹു ഹലാലാക്കിയ കാര്യമായിരിക്കണം, അറബിയിലായിരിക്കണം എന്നീ നിബന്ധനയോടുകൂടി. ഓക്കെ. അസ്സലാമു കേൾക്കുന്നില്ലേ ഉസ്താദേ? ഈ ജമ്മും കസറുമാക്കി നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇശാ നിസ്കാരത്തെ മാരിബോഗിൽ ജമ്മാക്കുമ്പോൾ മാരിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ ജമ്മും കസറുമാക്കി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വിത്തർ നിസ്കരിക്കാൻ പറ്റുമോ? കാരണം വിത്തർ നമ്മൾ ഇശയ്ക്ക് ശേഷമാണ് നിസ്കരിക്കാറ്. അപ്പോൾ ഇത് നമ്മൾ ജമ്മാക്കുമ്പോൾ ഇശ ശരിക്കും ടൈം ആവുന്നില്ല. അപ്പൊ അതിന്റെ വിധി പറഞ്ഞു തന്നാൽ. അതേപോലെ തന്നെ ഈ ജമ്മും കസറാക്കുന്നത് യാത്രക്കാർക്കല്ലാതെ രോഗികൾക്ക് അങ്ങനെ എന്തെങ്കിലും അതിന് അനുകൂലമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. ജമ്മും കസറാക്കുന്നത് രോഗികൾക്ക് അങ്ങനെ ജമ്മു കസറിന്റെ ആനുകൂല്യം പറഞ്ഞതായി സഹിയായ ഫിഖ്ഹിയായ കിതാബുകളിലൊന്നും കണ്ടിട്ടില്ല. അത് യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ചുരുക്കം ചില സാഹചര്യത്തിൽ ജമ്മാക്കാൻ മഴ കൊണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസുകളിലും ഫിഖ്ഹിന്റെ ചില കിതാബുകളിലും ഒക്കെ ഉണ്ട്. അപ്പൊ അത് യാത്രയുമായി ബന്ധപ്പെട്ടതാണ് ജമ്മു കസറും. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം,
ഇശായിലേക്ക് മഗ്രിബിലേക്ക് ഒന്നിച്ച് ജമ്മാക്കി. മഗ്രിബിന്റെ വക്തിൽ ജമ്മു കസ്റുവാക്കി. ആദ്യം മഗ്രിബ് 3 റക്അത്ത് നിസ്കരിച്ചു. അത് സലാം വീട്ടിയ ഉടനെ തന്നെ ഇശാ കസറാക്കി 2 റക്അത്തോ അല്ലെങ്കിൽ കസറാക്കാതെ പൂർണ്ണമാക്കി തന്നെ 4 റക്അത്തോ നിസ്കരിച്ചു. രണ്ടും പറ്റും. ജമ്മു മാത്രമാക്കിയിട്ട് കസറാക്കാതെ നിസ്കരിക്കുക, ജമ്മു കസറൂടി ആക്കിയിട്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മഗ്രിബിന്റെ വക്തിലേ ആയിട്ടുള്ളൂ. അപ്പോ സാധാരണ ദിക്റുകളും ദുആകളും ഒക്കെ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കലുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഇശാന്റെ സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ അപ്പോൾ തന്നെ വിത്ർ നിസ്കരിക്കാൻ പറ്റുമോ എന്നാ? തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ, ഇശാനെ ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഇശാന്റെ ശേഷമുള്ള റവാത്തിബുകളിൽ പെട്ടതാണ് വിത്ർ. ഇശാന്റെ റവാത്തിബിൽ പെട്ടതാണ്. അപ്പൊ ഇശാ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കുക എന്നാണ് അതിന്റെ ഷർത്ത്. ഇശാ നിസ്കരിക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അതിപ്പോ ജമ്മാക്കി നിസ്കരിക്കുന്നതും മഗ്രിബിന്റെ സമയത്താണ് ഇശാ മുന്തിച്ച് ജമ്മാക്കി നിസ്കരിച്ചത്. അപ്പോൾ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ ശേഷമുള്ള സുന്നത്ത് തന്നെയാണ് വിത്രു നിസ്കരിക്കുക. അത് പിന്നെ ഇശാ ആകാനോ അല്ലെങ്കിൽ മറ്റോ പിന്തിക്കേണ്ടതില്ല. പക്ഷേ ഒന്നുണ്ട്, രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇജാലു ആഖിറ സ്വലാത്തിക്കും ലൈലി വിത്ര, രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന അവസാനത്തെ നിസ്കാരം വിത്രാക്കിക്കൊള്ളണേ എന്ന്. അതൊരു സുന്നത്തായ കൽപ്പന. അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ വഖത്ത് എന്നുള്ള നിലക്ക് ഇശാ നിസ്കരിച്ച് സലാം വീട്ടിയാൽ പിന്നെ വിത്ർ നിസ്കരിക്കാനുള്ള സമയമായി. ഇനി അവിടെ ഇശാ വഖത്ത് ആകാൻ വേണ്ടിയിട്ട് കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഈ നമസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥലത്ത് നോക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ സുജൂദിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ മിക്കവാറും നെറ്റി വെക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ റുക്കുഅയിൽ യഥാർത്ഥത്തിൽ നെറ്റി വെക്കുന്ന സ്ഥലമാണോ ഉസ്താദെ നോക്കേണ്ടത്, അല്ല നമ്മുടെ നേർക്ക് നിന്ന് മുട്ടിൻ്റെയും അപ്രകാരം നെറ്റിയുടെയും നെഞ്ഞിൻ്റെ ഭാഗത്തുള്ള സ്ഥലമാണോ നോക്കേണ്ടത്? അങ്ങനെ നെറ്റി വെക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ അല്പം ഒരു ആമ പോലെ ആക്കേണ്ടി വരും. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആമ മദ്ഹബ് ഏതായാലും പോകണ്ട. ആമ മദ്ഹബ് കറാത്താന്ന് ഉറച്ചല്ലോ. തല പൊക്കാതെ കണ്ണുകൊണ്ട് മാത്രം സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത്. എവിടത്തേക്കല്ല, നെഞ്ഞിന്റെ ഭാഗത്തേക്ക് അല്ല, നെറ്റി വെക്കേണ്ട ഭാഗത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത്. പക്ഷെ അതിനുവേണ്ടി തല പൊക്കാതെ കണ്ണ്, എന്തിനാന്ന് വെച്ചാല് ഒരു നിശ്ചിത പോയിന്റിൽ തന്നെ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തുന്നതിലൂടെ കൽബിന് ഖുശൂഅ്, മനസ്സാന്നിധ്യം കിട്ടാൻ ഏറെ കൂടുതൽ സഹായിക്കും. അതുകൊണ്ട് ആണ് നിസ്കാരത്തിൽ ഇമാമിങ്ങളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ടു മുമ്പ് തുടങ്ങിയിട്ട് അത്തഹിയാത്തില് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ കൈവിരൽ ഉയർത്തുന്നത് വരെ ആ ഒരൊറ്റ സ്ഥലത്തേക്ക് നോക്കണമെന്നും പിന്നീട് ഇടയിലത്തെ തയ്യാത്താണെങ്കിൽ നൃത്തത്തിലേക്ക് പോകുന്നത് വരെയും അവസാനത്തെ തയ്യാത്താണെങ്കിൽ സലാം വീട്ടുന്നത് വരെയും ഇവിടത്തേക്ക് തന്നെ. അപ്പോൾ ഒരു നിശ്ചിത പോയിന്റിൽ തന്നെ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തുക എന്നത് മനസ്സിൽ ഖുശൂഅ് കിട്ടാൻ വളരെ സഹായകമാവുന്നത് കൊണ്ട് ആ സമയത്തൊക്കെ നെറ്റിത്തടം വെക്കേണ്ട സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കലാണ് സുന്നത്ത്. എന്ന് വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ആമ മദ്ഹബ് എടുത്ത് തല പൊക്കാൻ പോണ്ട. തല നേർക്കനെ നിന്നോട്ടെ, കണ്ണുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. അസ്സലാമു അലൈക്കും. ഉസ്താദേ, നമ്മൾ ഈ ജുമാ നിസ്കാരം നമുക്കിപ്പോ അവസാനത്തെ നമ്മൾ എത്താൻ നേരം കഴിഞ്ഞാൽ അവസാനത്തെ റക്കാത്തിൽ എത്തിച്ചെങ്കിൽ അത്തയ്യാത്ത് മാത്രം കിട്ടുള്ളൂ. ഞങ്ങൾ നമ്മളത് എങ്ങനെ നമ്മൾ നിന്നിട്ട് 4 റക്കാത്ത് നിസ്കരിക്കും, അല്ല 2 റക്കാത്ത് മാത്രം മതിയോ? അത് എങ്ങനെ എന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. അസ്സലാമു അലൈക്കും. മൈക്ക് കുറച്ചധികം അടുത്ത് പിടിച്ചിരുന്നാ തോന്നുന്നു. ശബ്ദത്തിന്റെ കൂട്ടത്തിൽ വല്ലാതെ ഒരു ഇത് മഴക്കും. അതുകൊണ്ട് തന്നെ തുടക്കം മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി മൈക്ക് എടുത്തോളി. മൈക്കൊന്ന് കുറച്ചുകൂടി അറ്റി പിടിച്ചിട്ട് സാവധാനത്തിൽ പറയാം. ആദ്യ ഭാഗം മനസ്സിലായില്ല. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദേ,
നമസ്കാരം നമുക്കിപ്പോ അവസാനത്തെ നമ്മൾ എത്താൻ നേരമായി കഴിഞ്ഞാൽ അവസാനത്തെ റക്കാത്തിൽ എത്തിച്ചെങ്കിൽ അത്തയ്യത്ത് മാത്രം കിട്ടുള്ളൂ. നമ്മൾ അത് എങ്ങനെ നമ്മൾ നിന്നിട്ട് 4 റക്കാത്ത് നിസ്കരിക്കും, അല്ല 2 റക്കാത്ത് മാത്രം മതിയോ? അത് എങ്ങനെ എന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഉപകാരം. അസ്സലാമു അലൈക്കും. ആദ്യ ഭാഗങ്ങൾ തിരിയണില്ല. ഏത് നിസ്കാരം ഞങ്ങൾ പറഞ്ഞു? ദുഹാ നിസ്കാരം എന്നോ ആയിരിക്കോ? ദുഹാ നിസ്കാരം എന്നായിരുന്നോ? ജുമാ നിസ്കാരം എന്നോ? ആ ജുമാ. അതിന് എന്താണ് അങ്ങോട്ട് എന്തോ ആ മൈക്കിൽ എന്തോ ഒരു പരപരാ ശബ്ദം കൊണ്ടേ ഇങ്ങോട്ട് വേണ്ടത്ത വ്യക്തമാകുന്നില്ല. ജുമാ നിസ്കാരം അല്ലേ? ജുമാ നിസ്കാരത്തില് ഒരു റക്കാത്ത് ഇമാമിന്റെ കൂടെ കിട്ടി ജമാഅത്ത്. നമ്മൾ ചെന്നപ്പോ 2ാമത്തെ റക്കായത്തിലായിരുന്നു ഇമാമ്. ആ റക്കായത്ത് നമുക്ക് കിട്ടി. ഇമാമ് 2ാമത്തെ റക്കായത്തിലെ റുക്കൂയിൽ നിന്നിട്ട് ഉയരുന്നതിന് മുമ്പ് നമ്മൾ ജുമാക്ക് തക്ബീർ കിട്ടി, ഇമാമിന്റെ കൂടെ റുക്കൂയിൽ പോയി, നമുക്ക് തുമൈനീനത്ത് കിട്ടി. അങ്ങനെ ഒരു റക്കായത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയാൽ പിന്നീട് ഒരു റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാൽ മതി. അപ്പൊ ജുമാ സഹിയാവും എന്ന് പറഞ്ഞാൽ ഒരു റക്കാത്ത് സഹീഹായ ജുമായിൽ തുടർന്നുകൊണ്ട് ഒരു റക്കാത്ത് നിസ്കരിക്കുകയും ബാക്കിയുള്ളത് ഒറ്റക്ക് നിസ്കരിക്കുകയും ചെയ്താലും ജുമാ സഹിയാവും. അതിൽ പെട്ടതാണ് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞത്. 2ാം റക്കാത്തിലാണ് ഇമാമിനോട് പോയി തുടർന്നത്. ഒരു റക്കാത്തെ ഇമാമിന്റെ കൂടെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ചാൽ മതി. തന്നെയല്ല, ആ ഒരു റക്കാത്തിൽ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഉറക്കം ഓതൽ സുന്നത്തും ഉണ്ട്. അവൻ ഒറ്റക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ഒറ്റത്തിൽ തന്നെ ഓതൽ സുന്നത്തുണ്ട്. അപ്പൊ ഒരു റക്കാത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയാൽ അടുത്ത ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ച് സലാം വീട്ടിയാൽ മതി. ജുമാ സഹിയാകും, നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. 4ആക്കാൻ പാടില്ല. 4ആക്കിയാൽ പിന്നെ ജുമാ പോവുകയാണല്ലോ. അതേ സമയത്ത് ഇമാമ് 2ാമത്തെ റക്കാത്തിൽ റുക്കൂന്ന് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ റക്കാത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയില്ല. എന്നാലും തുടരുമ്പോൾ നമ്മൾ എന്തെന്നെ കാണും? ജുമാ എന്ന ഫർദ് നിസ്കാരം ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങണം. പക്ഷേ ഉറക്കാത്ത് കിട്ടിയിട്ടില്ലല്ലോ. ഇമാം അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടി കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയും 4 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയും വേണം. മനസ്സിലായില്ലേ? അപ്പൊ ഒരു റക്കാത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയാൽ ബാക്കി ഒരു റക്കാത്ത് കൂടി നിസ്കരിച്ച് സലാം വീട്ടിയാൽ മതി. ജുമാ തന്നെ സഹിയായി കിട്ടും. ഉറക്കാത്ത് കിട്ടിയില്ല, 2ാമത്തെ റക്കാത്തും കഴിഞ്ഞ് റുക്കൂ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടർന്നതെങ്കിൽ തുടരുമ്പോൾ ഇമാമിനോട് കൂടെ തുടർന്ന് ജുമാ എന്ന ഫർദ് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് 4 റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയും വേണം. അങ്ങനെയുണ്ട്. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നില്ലേ? ഞാന് കഴിഞ്ഞ വർഷം ഉസ്താദെ കുറെ നോമ്പ് ഖളായി പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഫുള്ള് നോറ്റിയിട്ടില്ല, കുറെയൊക്കെ നോറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത വർഷം അതിന്റെ നോമ്പ് നോൽക്കുകയും അതിന്റെ മുദ്ദ് കൊടുക്കുകയും വേണമല്ലോ. അപ്പൊ ആ മുദ്ദ് ഇവിടെ തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ നാട്ടിൽ കൊടുക്കണോ? കഴിഞ്ഞ റമദാനിന് പറഞ്ഞാൽ ഈ റമദാനാണ് അതിന്റെ ഇടക്ക് മാറ്റാൻ മതി. ഫുള്ള് മാറ്റിട്ടില്ല, ബാക്കി ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ റമദാനത്തെ നോമ്പാണെങ്കിൽ ഇനിയുണ്ടല്ലോ റമദാനാകാൻ 2 മാസം കൂടി. റജബ്, ഷഅബാൻ, ഈ 2 മാസത്തിന്റെ ഉള്ളിൽ നോറ്റ് വീട്ടിയാൽ മതി. എല്ലാം തുടർച്ചയായിട്ട് നോറ്റുള്ളൊന്നില്ല, ഇടവിട്ടുകൊണ്ട് റമദാനാകുന്നതിന് മുമ്പ് പൂർത്തിയാക്കി. അങ്ങനെ പൂർത്തിയായില്ലെങ്കിൽ ബാക്കി വന്നു എന്നാ പിന്നെ നോൽക്കും വേണം, ദോസ്തിന് മുദ്ദും കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നാം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുന്നതാണ് ഉത്തമം. ഏത് നാട്ടിലാണ് നമ്മൾ ഉള്ളത് വെച്ചാൽ അവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേക മസലഹത്തിന് വേണ്ടി മാറ്റി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, എങ്കിലും നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഇവിടെ താമസിച്ചുകൊണ്ടാണ് എങ്കിൽ
നാം ഇവിടെ തന്നെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കലാണ് നല്ലത്. എന്നാൽ നമ്മളെ അടുത്ത ഒരു അയൽവാസിയുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അയാൾ വളരെ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, വളരെ പാവപ്പെട്ട ആളുമാണ്. അപ്പൊ അയാൾക്ക് എത്തിച്ചു കൊടുക്കുക. എന്നാ രണ്ട് കാര്യമായി. ഒന്ന്, കുടുംബക്കാരെ സഹായിക്കലുമായി, അതോടുകൂടി അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനുമാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നാം എവിടെയാണോ അവിടെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതന്നെ ഒരു കൊല്ലത്തെ നോമ്പ് അടുത്ത കൊല്ലത്തെ റമദാൻ വരെ നോൽക്കാൻ പറ്റാതെ വന്ന് പിറ്റത്തെ ഈ റമദാനും കൂടി കഴിഞ്ഞിട്ട് നോൽക്കുമ്പോഴേ ഫിദിയ വേണ്ടതുള്ളൂ. റമദാൻ ആണതിന്റെ ഇടക്ക് എപ്പോൾ നോറ്റു കിട്ടിയാലും ഫിദിയ വേണ്ടതും ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഉസ്താദ്, നേരത്തെ ഉസ്താദ് പറഞ്ഞ ജമ്മും കസറിന്റെ ഒരു വിഷയത്തിലേക്ക് ഒരു ചെറിയ ചോദ്യം കൂടിയാണ്. ഉസ്താദ് പറഞ്ഞു മഴ ഉണ്ടെങ്കിൽ മഴക്കും ജമ്മും കസറും ജമ്മാക്കി നിസ്കരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനൊക്കെ ഗൾഫിലാണല്ലോ. അപ്പോ ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴ, എന്താ പറയാ, ഒരു ചെറിയൊരു ചാറ്റൽ മഴ വന്നാൽ പോരും ഞാൻ നിൽക്കുന്ന അടുത്തുള്ള പള്ളിയില് ജമ്മാക്കി നിസ്കരിക്കും. ഇപ്പൊ ബുഹറാണെങ്കിൽ അസറിലേക്ക് ജമ്മാക്കി നിസ്കരിക്കും. അതല്ല മഗ്രിബിനാണെങ്കിൽ ഇഷാനെ മഗ്രിബിലേക്ക് ജമ്മാക്കി നിസ്കരിക്കലുണ്ട്. അപ്പോ അത് അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരം സഹിയാകുന്നു. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലെ മാതിരി കോരിച്ചെരിയുന്ന മഴയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പെയ്താൽ തന്നെ ആ ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ പോലും അവര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശരിയാവോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉസ്താദിനോടുള്ള. അങ്ങനെ ജമാഅത്തെ നിസ്കരിച്ചാൽ ശരിയാവോ എന്നുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മളെ മദ്ഹബിൽ അതിന് വളരെ കർശനമായ ചില ഷർത്തുകളൊക്കെ ഉണ്ട്. ആ ഷർത്തുകളൊക്കെ പാലിച്ചെങ്കിലേ പറ്റൂ. അതായത് സ്ഥിരമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്, ഇയാളുടെ വീടും പള്ളിയും തമ്മിൽ ദൂരമുണ്ട്, ഈ മഴ കാരണം വസ്ത്രം നനയും മാത്രമുള്ള മഴയുണ്ട്, അത്ര മതി. അതാ കോരിച്ചൊരിയുന്ന മഴ വേണമെന്നില്ല. ശരീരവും വസ്ത്രമൊക്കെ ആകെ നനയുമാറുള്ള മഴ ഉണ്ടാകുക. ഒന്നാമത്തെ നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടുന്ന സമയത്തും രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്ന സമയത്തും മഴ ഉണ്ടായിരിക്കുക. ഈ നിബന്ധനകളൊക്കെ ഒത്താൽ അങ്ങനെ ചെയ്യാം എന്ന് ഷാഫി മദ്ഹബിലും ഒരഭിപ്രായമുണ്ട്. പക്ഷേ കഴിയുന്നതും അത് ഒഴിവാക്കലാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ രണ്ട് മദ്ഹബുകൾ, ഹനഫി മദ്ഹബാവട്ടെ മാലിക്കി മദ്ഹബാവട്ടെ, അവരൊന്നും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നല്ല, ഹനഫി മദ്ഹബില് ജമ്മാക്കാൻ തന്നെ പാടില്ല, സഹിയല്ല. അങ്ങനെയുള്ളത് കൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കുക. എങ്കിലും ചില നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റും. ഷാഫി മദ്ഹബിൽ അങ്ങനെ അഭിപ്രായമുണ്ട്. അതിന് പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിക്കണം. ഒന്ന്, പതിവായി ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആൾക്കേ ഇത് പാടുള്ളൂ. എത്തിയപ്പം കൂടി ജമാഅത്തിന് അപ്പം പിന്നെ അങ്ങനെ പറ്റൂല. സ്ഥിരമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്, ഇയാളുടെ വീടും പള്ളിയും തമ്മിൽ ദൂരം അകലമുണ്ട്, ആള് നനയാൻ മാത്രമുള്ള മഴ ഉണ്ട്, ഒന്നാമത്തെ നിസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്തും രണ്ടാമത്തെ നിസ്കാരത്തിന് തക്ബീർ കെട്ടുന്ന സമയത്തും മഴ ഉണ്ട്, ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഒത്താൽ ജമ്മാക്കാവുന്നതാണ് എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. അത്യാവശ്യം വരുന്ന ചില സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവര് ചെയ്യുന്നത് നോക്കണ്ട. ഓരെന്തെങ്കിലും ഒരു പഴുത് കിട്ടി അതിനൊക്കെ നമ്മൾ കഴിയുന്നതും അങ്ങനത്തെ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കലാണ് നല്ലത്. പക്ഷേ ഈ നിബന്ധനയൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ വകുപ്പില്ല. അസ്സലാമു അലൈക്കും. മലബാർ എന്ന ഐഡിയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. നിങ്ങൾ ഒന്ന് മൈക്ക് ശരിയാക്കുക. ഉസ്താദെ, പിന്നെ നാം പൊതുവെ കേരളക്കാർ ഇമാമ് റുക്കൂയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഖിയാമിലുണ്ടെങ്കിലും മാത്രമേ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാറുള്ളൂ. റുക്കൂ വിട്ട് കഴിഞ്ഞാൽ എത്തിദാല്, അപ്രകാരം ഖുനൂത്ത്, ഇടയിലെ ഇരുത്തം, സുജൂദ് എന്നിവയിൽ പൊതുവെ നാം തുടരാറില്ല ഇമാമിനെ. അത് എന്താണ് ഉസ്താദെ? നമ്മൾ ചിലപ്പോൾ ലാഭം നോക്കുന്നത് കൊണ്ടാണോ, ഒരു പിന്നെ റക്കയത്ത് കിട്ടൂല വെറുതെ ഈ പണിക്ക് നിൽക്കണ്ട എന്നാണോ? അതിന് പ്രത്യേക സുന്നത്തില്ലേ? ഇത് ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു.
അതിന് പുറമെ എനിക്ക് അനുഭവപ്പെട്ടൊരു സംഭവം, ഞാൻ അങ്ങനെ ഇന്ന് നമസ്കാരത്തിൽ പോയി, അദ്ദേഹം സുജൂദിലായിരുന്നു ഇമാമ്. ഞാൻ ഒരു സുജൂദ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്തു. എങ്കിൽ ഇമാമിനോട് മുത്താബഅത്തായി കൊണ്ട് ഞാൻ ആ ഒരു സുജൂദ് കൊണ്ട് തന്നെ എഴുന്നേൽക്കണോ, അല്ല വേഗം മറ്റൊരു സുജൂദും ചെയ്യണമോ? അതൊന്ന് ഉസ്താദ് നന്നായി വിശദീകരിച്ചാൽ നന്നായിരുന്നു. പിന്നെ മുദ്ദിനെ കുറിച്ച് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഉസ്താദിനെ വിഷമിപ്പിക്കുന്നില്ല. ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് പറഞ്ഞേക്കണേ, നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു നടപടി കാണുന്നുണ്ട്, അതിന്റെ ന്യായം മനസ്സിലാകുന്നില്ല. എവിടെയും തുടരാം എന്നാണ് ഷാഫി മദ്ഹബ്. റക്അത്ത് കിട്ടണമെങ്കിൽ റുക്കൂവിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് തുടരണം എന്നേ ഉള്ളൂ. എന്നാൽ എത്തിദാലിലോ സുജൂദിലോ ഇടയിലിരുത്തത്തിലോ അത്തഹിയ്യാത്തിലോ എവിടെ വേണമെങ്കിലും തുടരാം. തുടർന്നാൽ അതിനൊക്കെ സുന്നത്തിന്റെ കൂലിയും കിട്ടും. ഈ ചെയ്യുന്നതൊന്നും വെറുതെ ആവില്ല, റക്അത്ത് എണ്ണപ്പെടൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാമിന്റെ കൂടെ നാം പോകുന്നതും പറയുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും, ജമാഅത്തിന്റെ കൂലിയും കിട്ടും. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ ഇമാം ഉള്ളത് അവിടെ തുടരുകയാണ് സുന്നത്ത്. കാത്ത് നമ്മളാളുകളുണ്ട്, എത്തിദാൽ കഴിഞ്ഞാൽ പിന്നെ ഇമാമ് അത്തഹിയ്യാത്തിൽ ഇരിക്കണവരെ കാത്ത് ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ അടുത്ത റക്അത്തേക്ക് നൃത്തത്തിൽ വരുന്നവരെ കാത്തുക്കും. അങ്ങനെ ഒരു ആവശ്യമില്ല. എവിടെയാണോ ഇമാമുള്ളത് അവിടെ തുടരുക, എന്നാൽ അതിനൊക്കെ കൂലി കിട്ടും ചെയ്യും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് എണ്ണപ്പെടാത്തതാണ് അതൊക്കെ. അതൊക്കെ സുന്നത്തിന്റെ കൂലി ജമാഅത്തിന്റെ കൂടെ ഇമാമിനോട് തുടരാന്നുള്ള ആൾക്ക് കൂലി കിട്ടും. അതുകൊണ്ട് ഇമാമിനോട് തുടരാൻ വേണ്ടി മാത്രമേ ചെയ്യാവൂ. അതായത് രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സുജൂദിലായിരുന്നു, വേഗം തുടർന്നു, നേരെ സുജൂദ് പോയി. സുജൂദ് ഇന്ന് ഉയർന്ന് ഇമാമിന്റെ രണ്ടാമത്തെ സുജൂദ് ഇനി ഇമാമ് നൃത്തത്തിൽ കയറുകയാണെങ്കിൽ കൂടെ തന്നെ നൃത്തത്തിലേക്ക് വരൽ നിർബന്ധമാണ്. രണ്ടാമത് സുജൂദ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് സുജൂദ് ചെയ്ത നമസ്കാരം നടത്തിലാവും. കാരണം ഈ രണ്ടാലൊരു കാരണത്തിന് വേണ്ടിയിട്ട് നിസ്കാരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ. ഒരു പക്ഷേ അവനവന് എണ്ണപ്പെടുന്നതാവണം, അതല്ലെങ്കിൽ ഇമാമിനോട് മുത്താബഅത്ത് അനുധാവനം ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാലൊന്നേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇവൻ എന്തായാലും എണ്ണപ്പെടൂല, കാരണം റുക്കുവിന്റെ ശേഷമുള്ളത് റക്അത്തോൻ എണ്ണൂലല്ലോ. അപ്പോൾ അവിടെ ചെയ്യുന്നത് അവൻ എണ്ണപ്പെടുന്നതല്ല, ഇമാമിനോട് മുത്താബഅത്ത്. ഇമാമിനോട് മുത്താബഅത്ത് കാരണം ഇമാം എന്താണോ ചെയ്യുന്നത് ചെയ്യാന്ന്. ഇമാമ് സുജൂദ് മാത്രമല്ല, നമ്മൾ സുജൂദിലേക്കാണ് പോയി, ഇമാമ് സുജൂദിലാണ്, നമ്മൾ വേഗം തക്ബീർ കെട്ടി സുജൂദിലേക്കാണ് പോവുക. നമ്മൾ സുജൂദിലേക്ക് നെറ്റി വെച്ചിട്ടില്ല, അതിന്റെ മുമ്പ് ഇമാമ് നൃത്തത്തിക്ക് പോന്നാൽ നമ്മൾ നേരെ നൃത്തത്തിക്ക് പോരുക. പിന്നെ ഞാൻ സുജൂദ് തന്നെ നെറ്റിയേക്കാൻ പോകാൻ പാടില്ല. അപ്പൊ രണ്ടാലൊരു കാരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യാവൂ. ഒരു പക്ഷേ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് എണ്ണപ്പെടുന്ന പ്രവൃത്തിയായിരിക്കും. അതല്ലെങ്കിൽ ഇമാമിനോട് മുത്താബഅത്തിന് വേണ്ടി ഇമാമ് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇമാമിനെ പിന്തുടരുക എന്നുള്ള ആൾക്കായിരിക്കും. ഇത് രണ്ടും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ചെയ്താൽ ഒരു ഫർള് അധികരിപ്പിച്ചാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, അല്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ കറാഹത്ത് വരും. ഇപ്പൊ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫർള് അധികരിപ്പിക്കുക, മനഃപൂർവ്വം വന്നാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അവിടെ അതുപോലെ തന്നെ തക്ബീർ കെട്ടി ഇമാം റുക്കൂലായിരുന്നു, നമ്മൾ റുക്കൂലേക്ക് പോകാൻ ഒരുങ്ങണുള്ളൂ, അപ്പോക്ക് ഇമാം സമയം അല്ലാഹു ലിമൻ ഹമിദാഹ്, ഇനി ആ റുക്കൂക്ക് പോകാൻ പാടില്ല, പോയാൽ നിസ്കാരം ബാത്തിലാവും. കാരണം എന്താ? ഇവൻ എണ്ണപ്പെടുന്നതല്ല. കാരണം ഇമാം ഇൻതിദാലിക്ക് പോകുന്നല്ലോ, ഓൻ എണ്ണപ്പെടൂല. എന്നാ ഇമാമിനോട് മുത്താബഅത്താണോ? ഇമാമിന് മുത്താബഅത്ത് കാരണം ഇമാം ഇൻതിദാലിക്ക് പോകുന്നില്ലേ? രണ്ടും അല്ല നിസ്കാരത്തിന്റെ ഒരു ഫർദിനെ അധികരിപ്പിക്കുക എന്ന്, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, മാഷാ അല്ലാഹ്. ഇത് ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ് പറഞ്ഞത്, വലിയ ഉപകാരമാണ്. കാരണം ഇത് സാധാരണ സംഭവിക്കാറുണ്ട്. ഞാൻ കൈകെട്ടിയ ഉടനെ തന്നെ ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റുണ്ടാകും, അപ്പോൾ എല്ലാവരും റുക്കൂ ചെയ്യുന്നുണ്ട്, തുമനീനത്ത് കിട്ടാത്തതുകൊണ്ട് റക്അത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് നിസ്കാരം ബാത്തിലാവുന്ന വലിയ കാര്യമാണ് ഉസ്താദ്. പിന്നെ മുദ്ദിന്റെ കാര്യം പറയുന്നത്, പകുതി ഒരു മുദ്ദിന്റെ പകുതി കൊടുക്കാൻ പാടില്ല എന്ന് ഉസ്താദിന്റെ ക്ലാസ്സിൽ കേട്ടതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മയില്ല. ഏതായാലും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മ രോഗിയായിട്ട് കുറേ കാലം നോമ്പ് നോക്കാൻ കഴിയാതെയാണ് വാർദ്ധക്യത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ ഉമ്മാൻ്റെ മുദ്ദായ മിക്കവാറും 100 കിലോ അല്ലെങ്കിൽ 50 കിലോ ഇങ്ങനെ നാം അരി വാങ്ങിക്കഴിഞ്ഞാൽ
ഞാൻ ഇപ്പോൾ ഒരു കീശയിലിട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ 1.5-യോ 2.5-യോ 3.5-യോ ഒക്കെ ആവാൻ മുദ്ദുണ്ടാവാൻ വഴിയുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നതല്ല ഒരു മുദ്ദിന്റെ പകുതി ഉണ്ടാവാൻ പാടില്ല എന്നാണോ? ഒരു മുദ്ദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവാൻ പറ്റുമോ എന്നാണോ? അല്ല ഒരു മുദ്ദ് കഴിഞ്ഞാൽ പിന്നെ 1.5 ആവാൻ പാടില്ല 2 ആണോ ആമോ? ഇതൊന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടെയും ഒരു മുദ്ദ് എന്ന് പറഞ്ഞത് ഒരു മിസ്കീന് കൊടുക്കുന്ന ചുരുങ്ങിയ ത്വാമാണ്. ഇത്രാമ് സിത്തീന മിസ്കീന എന്നൊക്കെ പറഞ്ഞല്ലേ, 60 മിസ്കീന്മാർക്ക് ഇത്രാമ് ഭക്ഷണം കൊടുക്കാൻ. ഒരു മിസ്കീന്റെ ഭക്ഷണം എന്ന് പറയുന്നതിന്റെ കതിർ കണക്ക് ഒരു മുദ്ദാണ്. അപ്പോ ഏറ്റവും ചുരുങ്ങിയ ഫിദിയാണ് ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അരാക്കാല് വരാൻ പാടില്ല. 2 കൊടുത്തോളി നിങ്ങള്, അല്ലെങ്കിൽ 3 കൊടുത്തോളി, 10 കൊടുത്തോളി, വിരോധമില്ല. ഒരാൾക്ക് 2.5 വേറൊരാൾക്ക് 2.5, 2.5 2.5 5, അത് പറ്റൂല. ഒരാൾക്ക് നിങ്ങൾ 3 കൊടുത്തോളി, ഒരാൾക്ക് 2 കൊടുത്തോളി, അതിന് കേടില്ല എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീന്റെ ത്വാമ് എന്ന് പറയുന്നത് അകല് ഒരു മുദ്ദാണ്. അതുകൊണ്ട് തക്സീം ചെയ്യാൻ പാടില്ല. ആ പറഞ്ഞതിന് ചുരുക്കം, ഒരു മിസ്കീന്റെ ത്വാമിനെ തക്സീം ചെയ്യാൻ പാടില്ല, അത് ഒരാൾക്ക് തന്നെ കൊടുക്കണം. അപ്പൊ ഒരാൾക്ക് 50 മുദ്ദ് കൊടുക്കുന്നു, വിരോധം നിങ്ങൾ കൊടുത്തോളി. അയാൾ വാങ്ങാൻ അർഹനാണെങ്കിൽ സക്കാത്ത് വാങ്ങാൻ അർഹനായിരിക്കണല്ലോ. അങ്ങനെ 50 കൊടുത്തോളിന് കേടില്ല. അതേ സമയത്ത് 1.5 മുദ്ദ് ഒരാൾക്ക്, 1.5 മുദ്ദ് വേറൊരാൾക്ക്, 2 കൂടി 3 മുദ്ദ്, അത് പറ്റൂല. മനസ്സിലായില്ലേ? അരാക്കാല് എന്നിങ്ങനെ വരാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു മുദ്ദ് ഒരാൾക്ക് എന്നതാണ് ഖദർ. അതുകൊണ്ട് അതിൽ തഖ്സീം വരാൻ പാടില്ല. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ സാറേ? നമ്മൾ ബാത്റൂമിൽ നല്ല മൂസ്തറ ഉപയോഗിച്ച് പോകുമ്പോൾ ചെല്ലുന്ന ദിക്റുകൾ നമ്മൾ അതിലല്ലാതെ നമ്മൾ ബാത്റൂമിൽ ഇപ്പോൾ ആശുപത്രിയിലെ ബാത്റൂമിൽ ഒതുക്കാനോ അല്ലെങ്കിൽ വായ കഴുകാനോ ബ്രഷ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ദിക്റുകൾ ചെല്ലേണ്ടതുണ്ടോ? അതിന്റെ വിധി ഒന്ന് പറയാമോ? അസ്സലാമു അലൈക്കും. ആ മൈക്കിന് നല്ല പ്രയാസം. നിങ്ങളെ മൈക്ക് വല്ലാതെ എന്തോ ഒരു ചെരപ്പ്, ചോദ്യം കൊണ്ട് ശരിക്കും വ്യക്തമായി കേൾക്കണില്ല. ഏതായാലും നമ്മള് ഇപ്പോഴത്തെ ബാത്റൂമുകള് രണ്ടുകൂടി കൂടിയതാണല്ലോ, ടോയ്ലറ്റും ബാത്റൂമും കൂടി കൂടിയതാണ്. അപ്പൊ അതുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്റ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്നത് അതിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ചെല്ലുക. അതേ സമയത്ത് നമ്മൾ വുളൂ എടുത്ത് അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് മാത്രം പോന്നക്കുകയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്റോ അതല്ലെങ്കിൽ ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള ദിക്റോ ചെല്ലേണ്ട ആവശ്യമില്ല. കാരണം അത് മലമൂത്ര വിസർജനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് പറയുന്നത് മലമൂത്ര വിസർജനം ചെയ്തവന് സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൽ നിഫാഖി വഅസ്ലിം ഫർജി മിനൽ ഫവാഹിഷി എന്ന ദിക്ർ അത് മലമൂത്ര വിസർജനം ചെയ്തവന് മാത്രം ബന്ധപ്പെട്ട ദിക്റാണ്. അതേ സമയത്ത് ഈ സ്ഥലത്ത് എപ്പോഴും പിശാചിന്റെ ഉപദ്രവമുള്ള സ്ഥലമാണ്. ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളും നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അതിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് പറയാം. അത് മൂത്രിക്കാൻ പോവുകയാണെങ്കിലും പറയാം, മലവിസർജനത്തിന് പോവുകയാണെങ്കിലും പറയാം. അല്ലാതെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ബ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കുളിക്കാനോ പോലത്തെ ഏത് ആവശ്യത്തിന് കയറുകയാണെങ്കിലും കയറുമ്പോൾ ഈ സ്ഥലം ഈ പിശാചുക്കളുടെ ആവാസ കേന്ദ്രമായതുകൊണ്ട് അവരിൽ നിന്നുള്ള ഷെറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി എന്ന് ചൊല്ലുക. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഞാൻ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു ദിവസം ഒരു പള്ളിയിൽ മഗ്‌രിബ് നിസ്കാരത്തിന് പോയപ്പോൾ അന്ന് ശക്തമായ പൊട്ടിക്കാറ്റുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ
ഇമാമ് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് ഇഷാ മഗ്‌രിബിലേക്ക് ജമ്മാക്കിയിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം ആള് പറഞ്ഞ പൊടിക്കാറ്റുണ്ട്, അതുകൊണ്ട് പ്രയാസങ്ങളാണ്, അതുകൊണ്ട് കൂട്ടി നിസ്കരിച്ചതാന്ന് ഇമാമ് പറയുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഒരു വിധി നമ്മുടെ ഇസ്ലാമിലുണ്ടോ ഉസ്താദേ? അസ്സലാമു അലൈക്കും. മൈക്കൂടും. വലൈക്കും സലാം. പൊടിക്കാറ്റിന് വേണ്ടി ജമ്മാക്കാൻ നമ്മളെ മദ്ഹബിലില്ല. അയാൾ ഏത് മദ്ഹബുകാരനാണ്, ആ മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഏത് മദ്ഹബ് അനുസരിച്ചാണെങ്കിലും നമ്മളെ മദ്ഹബിൽ നിസ്കാരം സയ്യാവണമെങ്കിൽ ശറഅ അംഗീകരിച്ച നേരത്തെ പറഞ്ഞ രണ്ടാലൊരു കാരണം വേണം. ഒന്നിരിക്കൽ യാത്ര, അതല്ലെങ്കിൽ നിബന്ധനയോടുകൂടി നേരത്തെ പറഞ്ഞതുപോലുള്ള മഴ. എന്നാൽ തന്നെ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിരിക്കണം. അല്ല ഞാൻ നിസ്കാരം തന്നെ സയ്യാവൂല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിപ്പോ അറിയില്ലല്ലോ. ഇയാൾ മഗ്‌രിബ് നിസ്കരിച്ച് സലാം വീട്ടി വേഗം എഴുന്നേറ്റ് പിന്നെ രണ്ടരക്കായത്തോടെ നിസ്കരിക്കാൻ നമ്മൾ എന്താന്നൊരു കഥയില്ലാതെ നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ച് നമുക്ക് കൊണ്ടൊരു കാര്യമില്ല. നിസ്കാരം തന്നെ സയ്യാവൂല. കാരണം എന്താ, ഒന്നാമത്തെ മഗ്‌രിബ് നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ് ജമ്മാക്കി നിസ്കരിക്കുകയാണ് എന്ന് നിയ്യത്ത് ചെയ്തിരിക്കണം. എന്നിട്ട് പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുകയാണെന്നുള്ള നിയ്യത്തോടു കൂടി നിസ്കരിക്കുകയുമാണ്. അതിപ്പോ നമ്മക്കറിയില്ല എന്താ പോയി കാട്ടണത്. പിന്നെ നമസ്കാരം തന്നെ സയ്യല്ലല്ലോ. എന്നാൽ തന്നെ പൊടിക്കാറ്റിന് വേണ്ടിയിട്ട് ജമ്മാക്കാൻ പറ്റും എന്ന് ഷാഫി മദ്ഹബിലൂടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ നിസ്കാരം സയ്യല്ല. നമുക്ക് ആ വക്തിൽ തന്നെ ഇശാന്റെ വക്തിൽ വേറെ നിസ്കരിക്കുക തന്നെ വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. നേരത്തെ ചോദിച്ചതിൻ്റെ ഒന്നും കൂടി അറിയാനുണ്ട് ഉസ്താദെ. ഇപ്പോൾ 50 കിലോ മുദ്ദാണ് ഉമ്മാൻ്റെത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 5 or 10 കെട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ എത്ര മുദ്ദുണ്ടെന്ന് നമുക്കറിയില്ല, അര വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് നാം അത് അളന്നിട്ട് തന്നെ ഓരോന്ന് മുദ്ദ് 2 or 5 or 10 ആക്കണോ? അതല്ല ഇങ്ങനെ സുമാർ ഒരു 10 കെട്ടുണ്ടായാൽ മതി ഉസ്താദെ? ഇത് നിർബന്ധമാണോ? ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഒന്നുകൂടി ഇത് സൂക്ഷ്മത കൊണ്ട് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കൂടുതലാവുന്നതുകൊണ്ട് കേടില്ല, കുറയാൻ പാടില്ല, അരയും കാലും വരാൻ പാടില്ല. അപ്പോ എന്തായാലും കുറയില്ല, ഏറെ വരും എന്ന നിലക്കാണെങ്കിൽ ഏറെ സദഖയ്ക്കോളും ഫർള് വീടും. അല്ലാത്ത സാഹചര്യത്തിൽ അരയും കാലും കൂട്ടുന്ന അവസ്ഥ എന്തായാലും വരാൻ പാടില്ല. ആളെയും ഒരു 50 മുദ്ദ് അല്ലെങ്കിൽ 60 മുദ്ദ് കൊടുക്കാണ്ട് 2 കൊല്ലത്തെ നോമ്പുണ്ട് ചൊളികള് 60 ദിവസത്തെ നോമ്പിന് 60 മുദ്ദ്. കാരണം ദിവസമായാലും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ ഈ കൊടുത്ത ഓരോരുത്തരതും 30 മുദ്ദിൽ കുറയില്ല. 2 കൊടുത്തെന്നൊരു ഉദാഹരണം പറയാം. 2 കൊടുത്തു 30 മുദ്ദിൽ കുറയില്ല. അപ്പൊ 30 മുദ്ദ് ഒരാൾക്കും 30 മുദ്ദ് ഒരാൾക്ക് കൊടുത്ത് നോക്കിക്കോളിങ്ങൾ. ഇപ്പൊ ഇവിടെ ഏറെ കുറയുണ്ട്, 30 മുദ്ദൊന്നുമല്ല. ഏറെയുള്ള കാര്യക്കാലം വന്നോട്ട് നിങ്ങൾ നോക്കണ്ട. ഈ കൃത്യം പറയുന്ന മുദ്ദ് തികയാൻ ആവശ്യമാവുന്നതിൽ ആരെയും കാര്യം വരാൻ പാടില്ല. ഏറെ വരുന്നതുകൊണ്ട് കേടില്ല. ഉദാഹരണം ഒരാൾ 1 കിലോ കൊണ്ട് കൊടുക്കണം ദിവസത്തിന്, ആയിക്കോട്ടെ, ഏറെ സദക്കയാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തിന് 1 ലിറ്റർ വീതം കൊടുക്കുന്നു, എന്നാലും അതന്നെ ഏറെ സദക്കയാന്ന് കൂട്ടിയാൽ മതി. ആ ഏറെ വരുന്നതിൽ ഇപ്പൊ ആരും കാര്യം ഒന്നും നോക്കേണ്ട വിഷയമില്ല, അത് സദക്കല്ലേ. അതേസമയത്ത് ഈ മുദ്ദ് എന്ന് പറയുന്നത് വുജൂബ് ഫിദിയ വീടണമെങ്കിൽ ആ വുജൂബിന്റെ നിബന്ധന അനുസരിച്ചായിരിക്കും. അതില് ആരും കാര്യം വരാൻ പാടില്ല. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഇപ്പോ വേറൊരു വിഷയമാണ്. ഇപ്പോൾ ഒരാള്, പക്ഷെ അതിപ്പോ ചോദിക്കാൻ പറ്റിയ ഒരു സന്ദർഭവും സാഹചര്യവും ഒരു മസ്ഊലും ഒത്തുവരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ അത് ആ ചോദ്യകർത്താവ് ഇത് കേൾക്കുന്നുമുണ്ട്. അതായത് ഒരാളിപ്പോ ഇവിടെ സൗദിയിലുള്ള ഒരാളാണ്. മൂപ്പർക്ക് നാട്ടിലേക്ക് നിർബന്ധമായിട്ട് അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ തലാഖ് ചെല്ലേണ്ട ഒരു അത്യാവശ്യ ഒരു ഘട്ടം ഉണ്ടായിരിക്കുകയാണ്. ഒരിക്കലും പൊറപ്പിക്കാനാവാത്ത വിഷയമാണ്. അപ്പോ നാട്ടിലേക്കാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് പോകാനും കഴിയൂല.
അപ്പോ ഹൈദാണോ എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഹൈദിന്റെ സമയത്താണെങ്കിൽ തലാഖ് ഹറാമാവുമല്ലോ. എങ്ങനെയാണ് ഈ ഹറാമായ തലാഖ് ചെല്ലൽ വുജൂബാകുന്ന സാഹചര്യമാണെങ്കിൽ അതായിട്ടുണ്ടാവില്ല. തലാഖ് ചെല്ലൽ വുജൂബാകുന്ന സാഹചര്യം, ജായിസാകുന്ന സാഹചര്യം, സുന്നത്താകുന്ന സാഹചര്യം ഒക്കെ പറഞ്ഞെടുത്ത് ലിയാൻ ചെല്ലിയ ആ പെണ്ണിനെ ഉടനെ തലാഖ് ചെല്ലി ഒഴിവാക്കുക നിർബന്ധം. ബാക്കിയുള്ളവർക്കൊന്ന് ആശ്വസിച്ചൂടെ? എന്താ തിരക്ക്? അതിന്റെ നിജസ്ഥിതിയൊക്കെ അന്വേഷിച്ച് അറിഞ്ഞ് ആശ്വാസത്തിൽ ചെയ്യേണ്ടതല്ലേ? ഒരിക്കൽ പറഞ്ഞാൽ പിന്നീട് തിരിച്ചു കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സാവകാശം കൊടുത്തു 2 വട്ടം ആവർത്തിച്ച് ചിന്തിച്ച് ദീനിലും ദുനിയാവിലും ഹൈറാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സാവകാശം ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം പിന്തിച്ചു എന്നതുകൊണ്ട് കളാവുന്നു എന്ന് ഏതായാലും വരൂല. അതുകൊണ്ട് ഒന്നുകൂടി സാവകാശം ആലോചിച്ച് ചെയ്യാം. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശവൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.